ഒളഷ കോട്ടയം 14. കുട്ടേട്ട താങ്ക് യു. എന്നെ ഈ വീട്ടിലേക്ക് വിളിച്ച് വരാൻ പറഞ്ഞതിന് വളരെ 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 നന്ദി. ഈ വീടിനെ കുറിച്ച് ഇതാ ഇത് ഞാൻ മേടിച്ച വീടാ. ഞാൻ 92 വാങ്ങിച്ച. ഇത് വേറൊണ്ട്. ഇതൊരു പഴയ വൈദ്യശാലയായിരുന്നു. ഒളശ ആയുർവേദ വൈദ്യശാല. എന്റെ ഭാര്യ സുമയുടെ അപ്പൂപ്പന്റെ സ്ഥലം. ഇത് വൈദ്യശാല നിന്നുപോയി. അങ്ങനെ ഞാൻ വാങ്ങിച്ച. ഇത് ഞാനൊന്നും വേറെ വീടൊക്കെ പണിയണമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കത് പൊളിച്ചു കളയാൻ തോന്നിയില്ല. അപ്പൊ അങ്ങനെ അത് റിനോവേറ്റ് ചെയ്തു. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലിരിക്കുന്നു. എന്ത് കാണുമ്പോ തന്നെ ഒരു പഴമ. അതുപോലെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ടോ? സാധാരണ ഇവിടെ താമസിക്കാറുണ്ടോ? ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ റോയ്, ദിലീഷ് പോത്തന്റെ അസോസിയേറ്റ് റോയ്, കരാത്തെ ചന്ദ്രൻ അതിവിടെയാ ഷൂട്ടിംഗ് നടക്കുന്നത്, ഒളശല. അപ്പൊ അതിന് ഭാഗമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോ എന്നോട് ചോദിക്കാൻ 6 മാസത്തേക്ക് അങ്ങനെ അവര് തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ അവരുണ്ട് ഇവിടെ. അപ്പൊ ഇതില് എന്തൊക്കെ ചെയ്തു? ഇതൊരു ഒരുപാട് ചെടികളും വീടിന്റെ മിക്കവാറും ഭിത്തിയെല്ലാം കളഞ്ഞ് അതൊക്കെ കുമ്മായായിരുന്നു. എല്ലാം കളഞ്ഞ് ടൈല് ഒരുപാട് പണി ചെയ്തു 2 വീടിന്റെ. ഈ പഠിപ്പരൊക്കെ ഉണ്ടായി. ഇതൊക്കെ ആസിറ്റീസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് പക്ഷേ ഇതൊക്കെ ഒന്ന് പറയുന്നത് പട്ടികയെല്ലാം മാറി ഒക്കെ അങ്ങനെയൊക്കെ. ഇതൊക്കെ സെയിം ഉള്ളത് തന്നെ. എത്ര ചെടികള് നമ്മള് വാതിലിനെ ശരി മുന്നോട്ട് നടന്നോളൂ. അതെ അതെ സാക്ഷാ റൈറ്റോട്ട്. എനിക്ക് ഈ ചെടികളെ പറ്റി പറഞ്ഞു തരൂ. ഇത് അങ്കോലം എന്ന് പറഞ്ഞൊരു ഒരു ഔഷധ മരമാണ്. വിഷവൈദ്യം, വിഷത്തിനുള്ള വിഷചികിത്സയ്ക്കുള്ള ഇതിന്റെ പേരും ഇതൊക്കെ എന്തൊക്കെയോ എടുക്കും. പിന്നെ അദ്ദേഹത്തിന്റെ വെറ്റിലക്കൊടി നാട്ടിലുണ്ട്. പിന്നെ ഇവിടെ ചമത ഉണ്ട്. പിന്നെ ഇത് ഇലഞ്ഞി മണം ഒഴുകി വരുന്നു. അതന്നെ. ഇത് നാടലോടകം. ഇത് നമുക്ക് ഇതിന് ചുമക്കൊക്കെ അതാണ് ഗ്ലൈക്കോഡിൻ എന്ന് മരുന്നില്ലേ, നാടലോടകത്തിന് സത്താണ്. കുട്ടികൾക്ക് കൊടുക്കും കുഞ്ഞുമാവുമ്പോ. നീര് എടുത്ത് കൊടുത്താൽ മതി. സർപ്പക്കാവ്. ഇവിടെ ഈ മറ്റേ തുലാമാസം, ഭരണി, ആയില്യത്തിന് ഇത് അകത്തോട്ട് കേറുന്നില്ലല്ലോ. വേണ്ട. അവിടെ വിളക്ക് എപ്പോഴാ വെക്ക? ഇത് ആയില്യ എന്നും വിളക്ക് വെക്കില്ല. ഞങ്ങൾ താമസിക്കാത്തോണ്ടേ. അല്ലാത്തപ്പോഴൊക്കെ ഈ പറഞ്ഞ ഈ ചടങ്ങിന് വേണ്ടി മാത്രം വിളക്ക് വെക്കും. അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ള ഇതൊക്കെ ഇവിടെ ഉള്ള എല്ലാം ഉള്ള. പിന്നെ മരങ്ങളും ഇതൊക്കെ ഇവിടെ ഉള്ള മരങ്ങളായി. ഇതൊക്കെ ഇത് ഇലഞ്ഞി ഞാൻ വെച്ചതാ. ആണോ? ഇത് ഞാൻ വെച്ചതാ 92 അല്ല. 92 ഓ, ഇത് പിടിച്ചു കിട്ടാൻ പാടാ എന്ന് പറയുന്നു. അപ്പൊ ഈ ഇതൊക്കെ ഔഷധ സസ്യങ്ങൾ. അതൊരു എണ്ണ കാച്ചുന്ന ഈ സോറിയാസിസ് നല്ലതാ. അതന്നെ. എന്തൊരു പാലയാ, ദന്തപ്പാല. കല്ലുരുക്കി പച്ചില അതൊക്കെ ഉണ്ടോ? ദന്തപ്പാല അതിന്റെ ഇലേ എണ്ണയിലിട്ട വളരെ. പിന്നെ താരൻ, അതൊക്കെ നല്ലതാണ്. അപ്പൊ ഈ പാമ്പന്മാരെ അവരുടെ വേറെ അവരുടെ പാമ്പന്മാരായിരുന്നല്ലോ. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ മാറ്റാൻ നോക്കി. നമ്മുടെ സുമ പറഞ്ഞ് മാറ്റാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആരാണ്ടെ കൂടെ നോക്കിച്ചു. അപ്പൊ പറഞ്ഞത് മാറൂല്ല, ഇവിടെ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു. നന്നായത്. പിന്നെ നമ്മളൊന്നിനെ ഞാൻ നിഷേധിക്കാറില്ല. എന്തിനാ നിഷേധിക്കുന്നത്? അതല്ല നമ്മൾ തറവാട് മേടിക്കുമ്പോഴേ നമ്മൾ പറയല്ലോ അത് വിശ്വാസമല്ലേ ഓരോരുത്തരുടെ. നമ്മളെന്താ വിശ്വാസത്തെ കയറി ചോദിക്കുന്നു. എന്റെ വിശ്വാസം അതാ. എനിക്ക് വിശ്വാസം ഇല്ല. ചില പറയും എനിക്ക് ദൈവവിശ്വാസം ഇല്ല. വേണ്ട, അത് നിങ്ങളുടെ കാര്യമല്ലേ. അത് നമ്മൾ ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ കൺഫ്യൂഷ്യസ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ അച്ഛനൊട്ടും ഇല്ലായിരുന്നു. വെരി ലാസ്റ്റ് മൊമെന്റ് വരെ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ജീവിച്ചിട്ട്, പക്ഷെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര ലോസ് ഫീലിംഗ് ഉണ്ടായി. ആ സമയത്ത് ഞാൻ മൂകാംബിയെ പോയി. അപ്പൊ എനിക്കൊരു സമാധാനം തോന്നി. അത് എന്താണെന്ന് എനിക്കറിയാൻ മേല. ഞാൻ അവിടെ പോയി, ഇപ്പോഴും അതെ, ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറ്. അങ്ങനെ എനിക്കത് വേണം, ഇത് വേണം ഒന്നും പറയാം. പക്ഷെ അവിടെ പോകുമ്പോ ഒരു സമാധാനം. അതെനിക്കറിയില്ല എന്താണ്. അത് ആ കണക്കിന് നോക്കുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്.
അച്ഛൻ പറഞ്ഞു ഭീരുക്ക ചാരുന്ന മതിലാണ് ദൈവം, ഞാൻ ഭീരുവല്ല, എനിക്ക് ആ മതിലും വേണ്ടത്. പക്ഷെ ഞാൻ ഭീരുവാണ്, ചിലപ്പോ ആവശ്യം ഉണ്ടാവും. അല്ല അതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെ ഞാൻ ഇത്ര സമാധാനം തോന്നുന്നത്. അത് പലർക്കും വിശ്വാസം, മനസ്സിന്റെ സ്റ്റേറ്റ് ആണ്. ഇത് എന്താ പറയുക, ഇത് അശോകോ അല്ല ചെമ്പകം, വെള്ളയാ ചൊമ്പ, വെള്ള നല്ല നല്ല വാസനയാണ്. ഇത് കാണുന്നതിന്റെ ഭാഗ്യല്ലേ, കാരണം ഈ ഒരുപാട് സെറ്റിന്ന് ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു മിക്കവാറുള്ള ആൾക്കാർക്കുള്ള ഒരു സന്തോഷം അതായിരിക്കും അല്ലേ, ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലത്ത് വന്നിരിക്കുക. നല്ല വീട്ടിലെയാ, ചെറിയ നോക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പവിഴമല്ലി, പവിഴമല്ലി പൂത്ത് നിന്നല്ലേ നീലമാനം അല്ലേ. ഇതൊക്കെ കൊണ്ടിങ്ങനെ വെച്ചു. ഇതൊക്കെ ഇതെന്താ മാവ്? ഇത് ഗംഭീര മാവിന്റെ പേര് എനിക്ക് അറിയാൻ പറ്റില്ല, നല്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. കണ്ടിമാങ്ങ ഇപ്പൊ പൊട്ടിക്കുന്നില്ല. പൊട്ടിക്കോ. അയ്യോ അത് നന്നായിരിക്കട്ടെ. പൊട്ടിച്ചു. അങ്ങനെ ഓരോ ചെടിക്കും ഓരോ കഥയുണ്ടല്ലേ. ഇത് ഇവിടെയൊക്കെ സാധാരണ എപ്പോ വരാറുണ്ട് ഏട്ടൻ? ഈ എല്ലാത്തിനും കണക്കുണ്ടെന്ന് എനിക്ക് അറിയാന്നാലും. അങ്ങനെയൊന്നുമില്ല, ഞാന് ഇടയ്ക്ക് ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്തപ്പോ ചിലപ്പോ വന്ന് ഇവിടെ ഇരിക്കും, സുമയും പിള്ളേരും ഒക്കെ ആയിട്ട് ഇരിക്കും. അങ്ങനെ കുറച്ച് സമയമൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഇവിടെ വന്നാലൊരു ഭയങ്കര ശാന്തത, പിന്നെ വലിയ ശബ്ദങ്ങളൊന്നുമില്ല. നേരെ ഫ്രണ്ട് റോഡാണെങ്കിലേ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല. ഒരു ദിവസം ഷൂട്ടിംഗ് ഒന്നും ഇല്ല, ഒരു ദിവസം എന്താ കോട്ടയത്തുള്ള ഈ വീട്ടിലോ? മൂന്നാമത്തെ കഴിഞ്ഞ് ഞാൻ കുളിക്കുകയല്ല. അല്ല, ഷൂട്ടിംഗ് രാവിലെ പല്ല് തയ്ക്കും, എന്നിട്ട് വല്ല കഴിക്കണമല്ല, ഷേവ് ചെയ്യില്ല, കുളിക്കുകയല്ല. അതൊക്കെ കുളിക്കുന്ന എപ്പോഴെങ്കിലും കുളിക്കും, അങ്ങോട്ട് ഉഴപ്പുക. അടിപൊളി. അതാണ് എന്റെ ഒരു വീട്ടിൽ, അതാണ് എന്റെയൊക്കെ മകന്റെ ജീവിത രീതി. വലിയ പ്രശ്നം. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, വൈകുന്നേരം വന്നാൽ കുളിക്കും. പക്ഷെ വീട്ടിലാണേലും അങ്ങോട്ട് ഉഴപ്പ്, അങ്ങനെ മടി പിടിച്ചിരിക്കല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പൊ അത് സുമ ചേച്ചി ഒന്നും പറയില്ലേ? എന്ത് പറയാൻ, അങ്ങനെ സ്വഭാവമാണ്, പിന്നെ എന്ത് പറയാൻ. അത് ശരിയാ. അല്ല അപ്പൊ ഈ പണ്ടത്തെ ഒരു സ്വഭാവ സിനിമയില് ഡയലോഗ് അല്ലേ, ചായ, അതൊക്കെ തന്നെ ഉണ്ടല്ലേ. അല്ല, ഞാൻ വീട്ടിൽ വന്ന ഒരു കാര്യം ഞാൻ ചെയ്യല, സുമേ കേട്ടു ഞാൻ, സുമേ സുമേ സുമേന്ന്. വീട്ടിലെ ഫോൺ അടിക്കുന്നതും സുമേന്നായിരിക്കും മിക്കവാറും. അതെ, അതൊരു ആധിപത്യം സ്ഥാപിക്കലല്ല, എനിക്കതൊരു ഭയങ്കര. അപ്പൊ എനിക്ക് ചോറൊക്കെ വിളമ്പിട്ട് എന്റെ അടുത്ത് വന്നിരിക്കണം. അല്ല, അത് ചിലപ്പോ അവിടെ ഇരിക്കുകയല്ല കേട്ടോ, ഞാൻ കഴിച്ചിട്ട് പോകും, പക്ഷെ എനിക്കത് ഇഷ്ടം. അമ്മ എങ്ങനെയായിരുന്നു. പിന്നെ വേറെ എനിക്ക് ഞാൻ കല്യാണം കഴിച്ചതേ, അപ്പൊ സുമയ്ക്ക് അന്ന് 18 വയസ്സേ ഉള്ളൂ. അതെ, 18 വയസ്സ്. അപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ എല്ലാം അമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടാ പഠിച്ചത്. അതുകൊണ്ട് അവള് ഉണ്ടാക്കുന്നതിനൊക്കെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്. അതൊരു ഭയങ്കര ഭാഗ്യ, മഹാഭാഗ്യമായിട്ട് തോന്നുന്നു. സത്യം. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കാറുണ്ടോ? ഇളക്ക് ഞാൻ ഇളക്കാൻ ചിട്ടകളുണ്ടോ? അതായത് രാവിലെ ഉച്ചക്ക് ഞാൻ എന്ത് ഭക്ഷണം കഴിക്കും. ഞാനേ സുമ ചേച്ചിയോട് ചോദിച്ചു, താങ്കൾക്ക് ദുസ്വഭാവങ്ങൾ ഉണ്ടോന്ന്. പൊട്ട സ്വഭാവം ഒരു പൊട്ട സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭാര്യയുടെ 44 കൊല്ലായില്ലേ കല്യാണം കഴിച്ചിട്ട്, അത് നല്ലതാ. പക്ഷെ ദേഷ്യമൊക്കെ വരുന്നു. മനുഷ്യരാണ് ദേഷ്യം, അതന്നെ അവരും പറഞ്ഞത്, മനുഷ്യരുടെ ദേഷ്യം വരാതിരിക്കും. പിന്നെ പക്ഷെ സാധാരണ എപ്പോഴും എന്തിനൊക്കെ ദേഷ്യം? ഞാൻ വെറുതെ ഞാൻ അഭിനയിക്കാൻ എനിക്കൊരു സ്പേസ് ഉണ്ട്. ഞാനപ്പൊ ജീവിതത്തിൽ ഞാൻ പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കുക. അപ്പൊ എൻ്റെ ഞാൻ എറണാകുളത്തൊരു സ്ഥലം മാറ്റി, വീട് ഞാൻ കൊടുത്തു. എനിക്ക് പറ്റില്ല, എനിക്ക് ഇവിടെ നിൽക്കും. ഇവിടെ അതാണ് എൻ്റെ ഗുണം. അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി എല്ലാ കുട്ടൻ എല്ലാം പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പറവയ്ക്കൽ, പറക്കലെ കുട്ടൻ, അല്ലെ എൻബിൾ സാറിനാണ്, നല്ല കുട്ടൻചേട്ടൻ, നമ്മുടെ ഇവിടുത്തെ കുട്ടൻചേട്ടൻ, അങ്ങനെ എല്ലാവർക്കും. അപ്പൊ അങ്ങനെ എന്നെ അറിയുന്നോണ്ട് എനിക്കൊരു ഇവിടെ വരുമ്പോ എന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടനുള്ള ഐഡന്റിറ്റിയാണ്. അതേസമയം ഞാൻ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോ എന്റെ വിജയരാഘവൻ എന്നുള്ള ഐഡന്റിറ്റി. അപ്പൊ അതെന്റെ ഐഡന്റിറ്റി അല്ല, എന്റെ പ്രൊഫഷനാണ്. എനിക്ക് സുഖം. അപ്പൊ ഇതായിട്ട് നിന്നാൽ എനിക്ക് എന്തും ആവാം. അഭിനയിക്കാൻ ചെല്ലുമ്പോഴേ, അല്ലെങ്കിൽ ഞാൻ സിനിമാറിനായിട്ട് ഈ ലൈനിലാണെങ്കിൽ എനിക്ക് മറ്റൊരു ക്യാരക്ടർ ആകാൻ പറ്റില്ല, അതൊരു ക്യാരക്ടർ ആവും. മനസ്സിലായി? ഞാൻ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാല് അതൊരു ക്യാരക്ടർ ആവൂലേ. ഞാൻ എന്തൊക്കെയാണ് നമസ്കാരം ഈ ലൈനിലായിരിക്കും. അപ്പൊ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. കഥാപാത്രമായിട്ട് വായിച്ചു റെഡിയാകും, അതല്ലേ വരുള്ളൂ. വേറെ അപ്പൊ നമ്മൾ ഒടിഞ്ഞു മടങ്ങി ഞാനായിട്ട് ഇവിടെ ഇരുന്നാൽ എനിക്ക് വല്ലയിടത്തും പോയിട്ട് വേറെ വല്ലതും പറ്റുകയാണെങ്കിൽ പറ്റിക്കാം. അപ്പൊ ഈ ഐഡന്റിറ്റി എന്ന് പറഞ്ഞപ്പോഴാ
NN പിള്ള സാറിന്റെ മകൻ എന്ന ഒരു ഇതെന്ന് അത് വലിയ സംഭവമാണ്. അച്ഛന്റെ പേരിൽ അറിയപ്പെടുന്ന മക്കളെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ഏത് സമയത്താണ് അത് മാറി ഞാൻ പുതിയൊരു സ്വന്തമായ ഐഡന്റിറ്റി, അത് ഏത് സിനിമയ്ക്കോ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ്? സിനിമയിൽ വന്ന പിന്നെയാണ് ഈ പിന്നെ ഈ വിജയരാഘവൻ എന്നറിയാം. അതിന് മുമ്പൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പം പിള്ളച്ചാറിന്റെ മകൻ അല്ലെ പിള്ളസാറിന്റെ മകൻ, പിള്ളയുടെ മകൻ, അങ്ങനെ ഇപ്പം നാടകത്തിൽ അഭിനയിച്ചോണ്ട് സ്റ്റേജിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു അത് മകനാ അത് മകനാ. അപ്പം എൻ്റെ സിസ്റ്റർ അത് മകളാ, അച്ഛൻ്റെ പെങ്ങള് അത് പെങ്ങളാ, പിള്ളേരുടെ പെങ്ങളാ. അപ്പൊ അപ്പോഴൊക്കെ നമുക്കുള്ള ഐഡന്റിറ്റി പിള്ളയുടെ മകൻ എന്നുള്ള ഐഡന്റിറ്റിയാ. അത് സിനിമയിൽ വന്ന ശേഷമാണ് അത് വിജയരാഘവൻ. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ തലമുറ എന്നാലും 500 മകൻ എന്ന് പറയും. പക്ഷെ എനിക്ക് 500 എന്ന് പറയുന്നത് പിള്ള എന്ന് പറയുന്നത് ഭയങ്കര അജഗജാന്തര വ്യത്യാസമാണ്. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അച്ഛനും ഞാനും കൂടെ കോട്ടയത്തൊക്കെ പോകുമ്പോഴത്തേക്കും ടൗണിലൊക്കെ ആൾക്കാരാണ് മകനാ, അങ്ങനെ ഒരു എന്താ ഒരു അകൽച്ചയോട് കൂടിയാണ്. പക്ഷേ നമ്മുടെ ഇത് ഗോഡ് ഫാദർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്കും എടാ എന്താ 500 പോകുന്നടാ 500 പോയി എന്നുള്ള ഒരു എന്നുവെച്ചാൽ നമ്മള് അങ്ങനെ സിനിമാ താരങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് താരങ്ങളാകുമ്പോൾ അച്ഛനത് കാര്യമൊന്നുമില്ല. അച്ഛനെല്ലാം ആസ്വദിക്കുന്ന ഒരാളാ. ഒന്നാമത്തെ അച്ഛൻ പറഞ്ഞ ഒരു വലിയ ഗുണം ഞാൻ കണ്ടിരിക്കുന്ന അച്ഛൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ഒരിക്കലും ഒരു നടിക്കലില്ല, ഞാൻ ഭാവിക്കലേ ഇല്ല, ഡൗൺ ടു എർത്ത്. അത് എപ്പോഴും വീട്ടിലാണെങ്കിൽ ഞങ്ങളോടൊക്കെ ആണെങ്കിലും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അന്നൊക്കെ നമുക്ക് എന്ത് വിവരമുണ്ട് അച്ഛൻ്റെ വെച്ച് നോക്കും. പക്ഷെ അച്ഛൻ്റെ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ അന്ന് ഈ ജനയുഗത്തില് ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയാണ് ഞാൻ ആത്മകഥ. ഒരു ലക്കം എഴുതി കഴിഞ്ഞാൽ രാവിലെ രാത്രിയിൽ എഴുതുന്നത്, രാവിലെ അവൻ ചിത്ത പകർത്തും. അപ്പൊ ഞങ്ങളെ വിളിക്കും, അമ്മയോട് ചിന്നേന്നാ, അമ്മ ചിന്നമ്മേന്നാ പേര്, ചിന്നേ അതെ കൂട്ടം അവനെ വിളിച്ചേ. ഞാൻ വന്നു ചിലപ്പോൾ ഉറക്ക എഴുതായിട്ടൊക്കെയാണ് കേട്ടെ ഇത് വായിക്കും, എങ്ങനെയുണ്ട് എന്നോടൊക്കെ ചോദിക്കുന്നത്. അല്ല അമ്മയോട്, അമ്മ ഒരു 4ാം ക്ലാസ്സുകാരത്തിയാണ്. അതായിരുന്നു അതൊരു ഭയങ്കര, ഞാൻ എപ്പോഴും ഞാൻ അന്നേരം ഒന്നും എനിക്കത് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മളോട് എന്ത് അഭിപ്രായം കേൾക്കാനാ, അല്ല അത്ര സിമ്പിൾ ആയിരുന്നു. അപ്പൊ ആ ഒരു പറഞ്ഞില്ലേ, ഒരാള് ഒരു സാധനം കൊടുത്താലേ എനിക്കും അത് തോന്നി. എനിക്കൊരു ഒരു കുട്ടി ഒരു പൂച്ചെണ്ട് തന്നാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു വലിയൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് അതും ഈ ഇതെല്ലാം എനിക്കൊരു പോലെ തന്നെയാണ്. നമ്മളൊരാൾ ഇപ്പൊ നമ്മുടെ പടം കണ്ടോ ചേട്ടാ നന്നായിരുന്നു, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുക, അതിനെപ്പറ്റി അതിനേക്കാളും വലിയ സന്തോഷം അത്ര വലിയ അംഗീകാരമാണ്. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ദിവസം എഴുതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അച്ഛൻ എൻ്റെ മകനായോണ്ട് പറ്റി ഏറ്റവും വലിയ കുഴപ്പമാണ് എനിക്ക്. പേനെടുത്ത അച്ഛനെ ഓർക്കും. അച്ഛൻ്റെ ഭാഷാ സ്വാധീനമോ അച്ഛൻ്റെ ജീവിതാനുഭവമോ ഒന്നും എനിക്കില്ല. അച്ഛനെ പറ്റി പറയും, അത് ONV സാറിനോടെ ഡെന്നിസ് ജോസഫ് പറഞ്ഞു, പിള്ള സാറിന്റെ ഞാൻ വായിച്ചോ, ഗംഭീര പുസ്തകം. അപ്പം ONV സാറ് പറഞ്ഞെന്ന് ഡെന്നിസോട്, ഇത്രയും അനുഭവ സമ്പത്തുള്ളൊരു മനുഷ്യൻ കുറഞ്ഞൊരു പിള്ളെങ്കിലും ആവണ്ടേ. അതാണ് അത്രമാത്രം അനുഭവ സമ്പത്തുള്ള ആളാണ്. പിന്നെ വൊക്കാബുലറി ഭയങ്കര ഇംഗ്ലീഷും മലയാളവും ഇത്രയും ഭാഷാ സ്വാധീനമുള്ള. അപ്പൊ അങ്ങനെ ഒരാള് എഴുതിയതൊക്കെ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതാതിരിക്കുമ്പോ അതെന്നെ ഭയങ്കരമായിട്ട് ഇത് തന്നെ പത്മരാജന്റെ മോനോട് അനന്തനോട് പറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ എഴുതാനിരിക്കുമ്പോ ഒരു ഭയം വരും. ഈ എല്ലാ ജോണറിലെ സിനിമകളും ചേട്ടൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇതെല്ലാം. ഇനി എന്തെങ്കിലും ഒരു ഏരിയ തൊടാത്തതുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനല്ല, ഇതൊക്കെ വരുമ്പോ നമ്മളേതാകും, അല്ലാതെ ഇങ്ങനെ. പക്ഷെ എനിക്ക് പ്രായമുള്ള ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയെ വന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാല് നമുക്ക് നല്ല റോളുകൾ നമ്മളെ തേടി എത്തുക എന്നുള്ളതാണ്. നമ്മള് അഭിനയിക്കുന്നത് സെക്കൻഡറി അല്ലേ, വരണം സത്യം. ഇപ്പൊ ഞാൻ ഇന്നാണോ എനിക്ക് അഭിനയിക്കാനുള്ളത് അല്ല, പക്ഷെ എന്നെ ഇന്നാ അത് തേടി എത്തിയത്. അങ്ങനെ കഥാപാത്രങ്ങൾ വന്ന് എത്തുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. കുട്ടേട്ടാ, മലയാള സിനിമ പല കാലഘട്ടങ്ങളിൽ കൂടെ നമ്മൾ വളർന്നു. നമുക്ക് അതിന്റെ കുറെ ഹൈ കണ്ടിട്ടുണ്ട്, ലോ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, സീസൺസ് ആയിട്ട് പറയുകയാണെങ്കിൽ വർഷം എന്നോ ശൈത്യം എന്നോ ശിശിരം എന്നോ എന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേനൽക്കാലം എന്നൊക്കെ, അങ്ങനെയുള്ള പല സ്ട്രഗിൾസ് കൂടി നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മൾ അങ്ങനെ ഇവോൾവ് ചെയ്തപ്പോൾ ചേട്ടന് ശരിക്കും ഒരു അതിജീവനം
ഒരു സർവൈവൽ മന്ത്രം എന്തായിരുന്നു, ഒരു റെസിപ്പി എന്ന് പറയാൻ? എനിക്കങ്ങനെ സർവൈവൽ മന്ത്രം എന്ന സംഭവം ആവശ്യമില്ലായിരുന്നു. എന്നാ? ഞാനിങ്ങനെ ഇതിൻ്റെയോടൊപ്പം ഇങ്ങനെ പോവല്ലേ. ഞാൻ അഭിനയമാണല്ലോ എന്റെ കുലത്തൊഴിലെന്ന് വേണം പറയാം വീട്ടിൽ. അപ്പൊ നാടകത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നാടകം കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ മറ്റേ കമ്പ് കോലൊക്കെ വെച്ച് കെട്ടി, ഇത് കെട്ടി, കയറ് കാണുകയില്ല, അല്ല ഇതിന്ന് മുള കാണുകയില്ല, കമ്മറ്റിക്കാരൻ അത് വരുത്തി. അപ്പം നാടകം തുടങ്ങാൻ സമയമായി. അപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. പിന്നെ നാടകം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോളാം. അപ്പം പൊതിക്കകത്ത് ചോറ് കൊണ്ടുവയ്ക്കും. അങ്ങനെ നാടകം കഴിഞ്ഞ് ഇത് വളിച്ചിരിക്കും, സാമ്പാറും ചോറും എല്ലാം കൂടെ. പിന്നെ എന്നുള്ള യാത്രകൾ, വണ്ടികളിലെ യാത്ര, അത് ഇന്നത്തെ പോലെ കാറൊന്നും അല്ലല്ലോ, നാടക വണ്ടിയല്ലേ. അപ്പം ഇന്നത്തെ പോലത്തെ റോഡും അല്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കിഴക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാലും അതുപോലെ കണ്ണൂർ ഇരിട്ടിയിലൊക്കെ അന്ന് പണ്ടത്തെ കാലത്ത് റോഡില്ല. അപ്പം നമ്മൾ സ്ഥലത്ത് കൊണ്ട് വാൻ ചെല്ലുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് ജീപ്പ് വന്നു, ജീപ്പേ സാധനമൊക്കെ വലിച്ചു കയറ്റി ഞങ്ങളും ജീപ്പേ കയറിയിട്ടൊക്കെയാണ് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കട്ടം കെട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉത്സാഹഭരിതരായിട്ട് എല്ലാവരും കാണും, ഇങ്ങോട്ട് അധികം ചുമക്കാൻ ആള് കാണുക. നാടകം കഴിഞ്ഞില്ലേ, അവരുടെ ആവേശമൊക്കെ തീരും. ഇതൊക്കെ അങ്ങനത്തെ ഒരുപാട്. പിന്നെ എല്ലാം ജീവിതത്തിലെല്ലാ ഈ പറഞ്ഞ ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിക്കാൻ പറ്റും. അപ്പൊ എനിക്കിതൊന്നും ഒരു വലിയ കാര്യമല്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ഇത് റോൾ അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കഥാപാത്രം അഭിനയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെളിക്കകത്ത് വീഴും, മണ്ണുമായി പോകും, ചെളിക്കുണ്ടി കിടന്ന് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതുപോലൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് സിനിമയിലൊരു അങ്ങനെ പിന്നെ എനിക്ക് വലിയൊരു ഭയങ്കര ആഗ്രഹം, ഞാൻ അതാവും അല്ല ഇതാവും, അങ്ങനെ തോന്നലും ഇല്ല. എനിക്ക് തോന്നുന്നൊരു ഈസി ഗോയിങ് ആയിരിക്കും. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാമാണ്. ഞാൻ അവിടെ ഒരു കോംപ്രമൈസിനില്ല. ഇപ്പൊ എത്ര മേലെന്ന് പറഞ്ഞാലും എനിക്ക് അസുഖമായിട്ട് ഞാൻ ഇതൊരു ഷൂട്ടിങ് പോകാതിരുന്നിട്ടില്ല. എനിക്ക് അസുഖമായിട്ട് ഞാൻ നാടകത്തിൽ അഭിനയിക്കാതിരുന്നിട്ടില്ല. എത്രയോ വർഷം അഭിനയിച്ചു. എനിക്ക് ഭയങ്കര വയറുവേദന വരുന്ന ഒരു സമയമായിരുന്നു പണ്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. ഒരു ദിവസം ആറ്റിങ്ങലടുത്ത് അഭിനയിച്ചു ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുനിഞ്ഞു പോയി, മസ്ക് സ്പാസം ഉണ്ടായിട്ട് കുനിയും. അപ്പൊ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു, പെയിൻ വരാതിരിക്കാൻ. അച്ഛൻ തന്നെ ഇതൊക്കെ അറിയാം. ആ പിന്നെ എന്നെ പ്രസവം എടുത്ത അച്ഛനാ, പിന്നെയാണോ? ജനിച്ചത് മലേഷ്യയിലല്ലേ? അതെ അതെ, എന്റെ വയറ്റാട്ടി അച്ഛനാ. അപ്പൊ അങ്ങനെ കുത്തി വെച്ചിട്ട് ഞാൻ സ്റ്റേജിൽ കയറി. ഞാൻ ഒരു രംഗത്ത്, അടുത്ത രംഗത്ത് എനിക്കില്ല, അതുകൊണ്ട് തീരും. ഞാൻ വീണു, വേദന, ഇത്ര വേദനയാ. അപ്പൊ തന്നെ അച്ഛനെ കാറ് വിളിച്ചിട്ട് അച്ഛന്റെ സുഹൃത്തിനെ കൂട്ടി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. അച്ഛൻ നാടകം കളിച്ചു. നാടകം കളിക്കാതിരിക്കാൻ പറ്റുമോ? ആൾക്കാരിരിക്കല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നാടകം കഴിഞ്ഞില്ല, കർട്ടനെല്ലാം അഴിച്ചു കെട്ടി അവിടെ വന്ന് മെഡിക്കൽ കോളേജ് വന്നു. അപ്പം നാളെ ഓപ്പറേഷൻ ചെയ്യണം. ഈ കുടലിനകത്തോട്ട് കയറുന്ന ഒരു അവസ്ഥ വരും, ഈ ഗ്യാസ് ഉണ്ടായിട്ട്. അങ്ങനത്തെ ആണെന്ന്. പക്ഷെ ഭാഗ്യത്തിന് ചെയ്യേണ്ടി വന്നില്ല. 5-8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ അന്ന് ഞങ്ങൾ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു പകരക്കാരൻ ഗിറ്റാർ വായിക്കുന്നതാണ്, പുള്ളിയെ കയറി. നാടകം കളിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ എപ്പോഴും നാടകത്തിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. കണ്ടിന്യൂറ്റി അവിടെ തന്നെ. അത് നമുക്ക് എന്ത് വന്നാലും നാടകം നോർത്ത് ഇന്ത്യൻ ടൂറിന് പോകും ഇടയ്ക്ക്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇടിച്ച് നാശമായി. ഒരുപാട് പേരെ ഇവിടെ പൊട്ടലെ മറ്റേ കുത്തിക്കെട്ടൊക്കെ ഉണ്ട്. ലേറ്റായി. അപ്പം എന്റെ പെങ്ങളുടെ കണ്ണൊക്കെ ഇത്ര ഇങ്ങനെ ഇരിക്കുന്നത്, സുന്ദരിയായ കാവാലിയുടെ അഭിനയിക്കണം. ചിറ്റയുടെ ഇവിടെ ഇങ്ങനെ വീർത്തി വർത്താനം മുങ്ങിഞ്ഞ വർത്താനം ഇവിടെ നീര് വന്നത്. അച്ഛൻ നാടകം കളിച്ചു. ഞങ്ങൾ ഇതും വെച്ചോണ്ട് അനൗൺസ് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ വരുത്തിപ്പെട്ടാണ് നാടകം കളിച്ചു. അതാണ് ശരിക്കുള്ള സ്ട്രഗിൾ അല്ലേ? അപ്പൊ അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ ഇവിടെ വന്നിട്ട് ഈ വലിയ സിനിമ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലെ, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. ഞാൻ ആദ്യകാലത്ത് നോക്കുമ്പോഴേ മിക്കവാറും എല്ലാ സിനിമകളിലും ചേട്ടനുണ്ട്. അത് ചിലപ്പോൾ വില്ലനായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ക്യാമിയോ, അതല്ലെങ്കിൽ നായകൻ, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു സപ്പോർട്ടിങ് ആക്ടർ. അപ്പോൾ ഈ അന്ന് 80s 90s 2000 എടുത്ത് നോക്കിയാൽ മിക്കവാറും സിനിമകൾ, അതിന് ഞാൻ റോളുകളെ പറ്റി ഞാൻ വേറൊരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. എന്നാലും അന്ന് ഇത് സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? ആരും വിളിക്കാൻ പോവാ അഭിനയിക്കാത്ത. അതെ, ആര് വിളിച്ചാലും ചെണ്ടക്കാരന്റെ കാര്യം പറഞ്ഞ പോലെയാ. വരാൻ പറഞ്ഞു വരും, ചെണ്ടയും തൂക്കി നിൽക്കും, കൊട്ടാൻ പറഞ്ഞു കൊട്ടും, കാശും മേടിച്ചു പോകും. അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ട്. നമുക്ക് ഈ ഉറക്കത്തെ വിളിച്ചിട്ടാണ് ചേട്ടാ എന്ന് പറഞ്ഞ ഡയലോഗ് അങ്ങനെ ചെയ്യാൻ. പക്ഷെ ഈ അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ഡിഫറെന്റ് ആയുള്ള ക്യാരക്ടേഴ്സ്, അത് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സുഖം തോന്നുന്നു. ഏതൊക്കെയായിരുന്നു ആ കാലത്ത് പെട്ടെന്ന് മാറി ചിന്തിക്കുമ്പോൾ? എനിക്ക് ചേറാടിക്കറി അങ്ങനത്തെ ക്യാരക്ടർ ഞാൻ വ്യത്യസ്തമായി. പിന്നെ കമ്മീഷണർ, പിന്നെ ആദ്യകാലത്തൊന്നും പിന്നെ ചെയ്യാനുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. പിന്നീട് ഈ
വിജയരാഘവൻ തന്നെ, വിജയരാഘവൻ പോലീസ്, വിജയരാഘവൻ കള്ളൻ, വിജയരാഘവൻ എല്ലാം ഞാൻ തന്നെയല്ലേ. ഇഫ് ആണ്, ഇഫ് ഐ ആം ദാറ്റ് പേഴ്സൺ, അത് ഇഫ് മെത്തേഡാണ്. അത് ആക്ടിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നാം പാടെന്നൊക്കെ പറയാം. ഇപ്പൊ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇപ്പം നിങ്ങളെ കൊണ്ട് വേണം അഭിനയിപ്പിക്കാം, നിങ്ങളിപ്പം വർത്താനം പറയുന്ന പോലെ അങ്ങനെ ക്യാരക്ടർ ആക്കിയാൽ പോലെ വളരെ ഈസി ആയിട്ട് ഗംഭീരായിരിക്കും. പക്ഷെ അതല്ല, വേറൊരു ക്യാരക്ടർ ചെയ്യില്ലേ, അങ്ങനത്തെ അവസ്ഥയാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കാര്യമായിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനെ അതിന് ഞാൻ ഭയങ്കര ടെൻഷൻ ആകും. അയ്യോ എനിക്ക് ഭയങ്കര പേടി, പിന്നെ എനിക്ക് പേടിയല്ലേ, പേടി ശരിക്കും. എനിക്ക് പേടിയാ. ഞാൻ ചിലരോട് ചോദിക്കും കുട്ടികളുടെ പേടിയൊന്നും. എനിക്ക് ആദ്യം ഒന്ന് ഈ സൈക്കിളിൽ കയറുന്ന പോലെ ഒന്ന് കയറി കിട്ടാൻ വലിയ പാടാ. കയറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൈവിട്ടി ഔട്ട് പോവുക ചെയ്യാം, അതൊന്നും എനിക്ക് പ്രശ്നം. പക്ഷെ അത് ആ ക്യാരക്ടർ ആകുക എന്നുള്ള സംഭവമില്ലേ, അതൊരു വല്ലാത്ത പ്രക്രിയ. അതിന് ഇപ്പോഴത്തേക്ക് ഞാൻ എത്താം. പക്ഷെ ആദ്യകാലത്ത് അങ്ങനെ പേടിച്ച കുറെ ഒരു സംഭവം ഉണ്ടോ, ഏതെങ്കിലും ഒരു? ചെറാടിക്കറിയാന്ന് ഞാൻ ഏറ്റു. അപ്പൊ എനിക്ക് അന്ന് അതിനകത്ത് പോലീസ് വേഷമായിട്ടാണ് എഴുതി വെച്ചത്. ഞാൻ രഞ്ജി ഞാനൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു രഞ്ജി ഇതിനകത്ത് പോലീസ് വേണ്ട. രഞ്ജിയോടും ഇന്ന് വേറെ വേഷമില്ല. അപ്പൊ ഞാൻ വേറെ വേഷമില്ല ഞാൻ ചെയ്യുന്നില്ല, എന്നാലും ഇത് വേണം നമുക്ക്, എനിക്ക് വേറെ ടൈപ്പ് റോളൊക്കെ ചെയ്യണം. എനിക്ക് ഇവിടെ പിന്നെ വയസ്സം വേഷാന്ന്. അപ്പൊ ഞാൻ ചെയ്യാം, താൻ ചെയ്യൂ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റു കഴിഞ്ഞപ്പം പിന്നെ എന്റെ തലയിൽ മാത്രമല്ലേ ഇത്. അപ്പൊ അന്നേരം ടെൻഷൻ. അപ്പൊ എങ്ങനെയാണ് മുടി പഠിക്കും. അപ്പൊ എനിക്ക് കുറച്ച് ഇവിടം വരെയൊക്കെ മുടിയുണ്ട്, ഭയങ്കര തിക്കാണ്. അപ്പൊ അതിൽ നിന്ന് അകത്തുനിന്നൊക്കെ വെട്ടി കഷണ്ടി ഇവിടം വരെ വടിച്ച് കഷണ്ടി ആക്കി. പിന്നെ അത് തന്നെ മനസ്സിലായി ഇങ്ങനെ നമ്മള് അതിനുവേണ്ടി കുത്തിയിരുന്ന് ഇങ്ങനെ ആലോചിക്കല്ല, നമ്മൾ എപ്പോഴും പിന്നെ അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യും എപ്പോഴും. അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പിന്നെ അത് അതിനകത്തോട്ട് ഈ പറഞ്ഞ ഒന്ന് കയറി കിട്ടാൻ ആദ്യത്തെ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ പേടിയുണ്ട്. ആദ്യം ഒരു ഷോട്ട് എന്ന് വെച്ചാൽ ഒരു, അപ്പൊ ഞാൻ വലിയ സീനൊന്നും വേണ്ട, വലിയ സീനിലൊക്കെ കയറി കഴിഞ്ഞാൽ പാടാ. തോക്കിനകത്ത് ഞാനിങ്ങനെ ഉന്നം പിടിക്കുന്നു, ഉന്നം പിടിച്ചിട്ട് ഒരു എന്തോ ഒരു ഡയലോഗ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗ്. അപ്പൊ ഞാൻ അതിനകത്തൊരു കാര്യം ചെയ്തു, ഇയാള് വെറുതെ തോക്കം നോക്കി നിൽക്കുന്നുള്ളൂ. ഞാനൊരു സിഗരറ്റ് വാങ്ങിച്ചിട്ട് ആ സിഗരറ്റില് നമ്മളിതല്ലേ വിക്സ് പെരട്ടും. വിക്സ് പെരട്ടി കത്തിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആഷ് പോകൂല, ആഷ് പാടി പോലെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ആഷ് പോകൂലേ. അപ്പൊ ഇതിങ്ങനെ വായിച്ചിട്ട് ഇത്രയും ആഷ് കത്തി ഇത്ര കഴിഞ്ഞു, പിന്നെ അത് കടിച്ചു പിടിച്ചിരിക്കുക, എന്നിട്ട് അയാൾ ഉന്നം പിടിക്കുക. അപ്പൊ അതിന്റെ ഇയാളുടെ ഒരു ഷാർപ്നെസ് ഉള്ള അതുപോലും ആഷ് പോലും പോകൂല, അത്ര പ്രിസിഷനാണ്. പെട്ടെന്ന് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പ്രേക്ഷകരിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാകും. അത് നിസ്സാരം എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് വലിയ കാര്യങ്ങളാണ്. ഞാൻ അതുപോലെ ചില കാര്യങ്ങളുണ്ട് അങ്ങനെ, അത് അഭിനയിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഇങ്ങനെ വീണ് കിട്ടും ചിലത്. അപ്പൊ അങ്ങനത്തെ ആ ഷോട്ട് എടുത്തു. അന്നെനിക്ക് ഇത്ര വയറില്ല, ബെയർ ബോഡി ആയിട്ട് വേണം. അപ്പൊ ഞാനും ചെയ്തു, ഒരു തുണിയൊക്കെ അരയെ വലിച്ചു കെട്ടി ഒരു കൈലി അതിന്റെ മേലെ മുണ്ടെടുത്തു. അപ്പൊ ഒരു വയറ് കൊണ്ട് തോന്നും. ജുബയിടുമ്പോ പിന്നെ കുഴപ്പമില്ല, വയറ് വെച്ച് കെട്ടാം. എന്നിട്ട് അങ്ങനെയാണ് ആ ബെയർ ബോഡിയിൽ അഭിനയിച്ചത്, കടന്നുറങ്ങുന്നതൊക്കെ. അപ്പൊ അങ്ങനെ നമുക്കതൊക്കെ നമ്മുടെ ആയിട്ടെടുക്കും, ആക്കിയെടുക്കുന്ന. അതെ, ഈ അഭിനയത്തിന്റെ ഏറ്റവും വലിയ ആയുധം ശരീരമാണെന്ന് ചേട്ടൻ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു കണ്ടു. അങ്ങനെ ശരീരം മാത്രമല്ല, എല്ലാം കൂടെ കൂടിയതാ. ശരീരവും ശാരീരവും എല്ലാം ഉണ്ട് ഇവിടെ. അല്ല അതല്ല, ചില ക്യാരക്ടർ ഇപ്പം ഞാനിപ്പോ ഒരു കഥാപാത്രം ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു, മറ്റേ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ക്യാരക്ടർ, റൈഫിൾ ക്ലബ്. അപ്പൊ മൂവ്മെന്റ് ഒന്നുമില്ല. ശരി, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അംഗവിക്ഷേപങ്ങളിലൂടെയും ഒക്കെയാണല്ലോ ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പം പ്രത്യേകിച്ച് സ്റ്റേജിൽ നമ്മുടെ ആയുധം ശബ്ദവും അംഗവിക്ഷേപങ്ങളുമാണ്. മുഖത്തെ എക്സ്പ്രഷൻ വലിയ പ്രാധാന്യം ഇല്ല അവിടെ. ഉണ്ടെങ്കിൽ തന്നെ കാണുകയല്ല, പ്രേഷൻ ഒരു 3-4 രൂപയ്ക്ക് അപ്പുറം ഒന്നും കാണുകയല്ല. അപ്പൊ അവിടെ നമ്മള് പ്രത്യേകിച്ച് അംഗവിക്ഷേപങ്ങൾ. ഇതിനകത്ത് ഇപ്പം ഇയാൾക്ക് മേലെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ആ ചേറയിൽ ഇരിക്കുന്ന സാധാരണ ഒരാളിപ്പം ചേറയിൽ ഇരിക്കുന്നവരല്ല, വർഷങ്ങളായിട്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഇരിപ്പില്ലേ ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെ തളർന്നതാണ് എൻ്റെ ഒരു ബോധം നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന. അതാണ് എൻ്റെ ഒരു പണി. നമ്മൾ തന്നെ ആ ഒരു ബോധം. ഇതിൽ ആത്യന്തികമായിട്ട് അഭിനയം എന്ന് പറയുന്നത് മനസ്സിൽ ഉണ്ടാവണം. അപ്പൊ മുഖത്ത് വരും, അല്ല മുഖം കൊണ്ടല്ല അഭിനയിക്കുന്നതെന്നാണ് എൻ്റെ ഒരു. പലരും പറയും ഒരു ക്യാരക്ടർ ആവാനായിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി കുറെ സമയത്ത് ജീവിച്ചു, അതല്ലെങ്കിൽ മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ചേട്ടൻ അങ്ങനത്തെ ഒരു പ്രോസസ്സ് കൂടെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ശുദ്ധ അബദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ ആണെന്ന് ആ മേക്ക് ബിലീഫാണ്.
അയാൾ അങ്ങനെ ഒരാളാണെന്നും തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഞാൻ പെരുമാറുക. ആ പെരുമാറുന്ന ആരെങ്ങനെ പെരുമാറണം തീരുമാനിക്കുന്ന ആരാ? ഞാനല്ലേ. ഞാനെന്ന ക്യാൻവാസിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്. ഞാനെന്ന ക്യാൻവാസിൽ സൃഷ്ടി ആരാ? സൃഷ്ടികർത്താവ് ഞാനാ. സൃഷ്ടി ആരാ? ഞാനാ. ഇതിന്റെ നിരൂപകൻ ആരാ? വിമർശകൻ ഞാൻ തന്നെ. ഓരോന്നും ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അത്രയും വേണോ, ഇത്രയും വേണോ, കൈ എടുക്കണോ, കൈ എടുക്കണ്ടയോ, നോക്കണോ, അങ്ങോട്ട് നോക്കി പറയണോ, നോക്കാതെ ഇവിടെ നോക്കി പറഞ്ഞാൽ മതിയോ, നോക്കണമെങ്കിൽ തന്നെ അത് ഇങ്ങനെ നോക്കിയാൽ മതിയോ, ഇങ്ങനെ നോക്കണോ, അതോ മേലോട്ട് നോക്കി, ഇതൊക്കെ തീരുമാനിക്കാൻ ഞാനാ. ഒരാളെ ഞാൻ അടിക്കുമ്പം അയാളുടെ മുഖത്ത് മൂക്കിന്റെ ഇവിടം വരെ എൻ്റെ അടി പോകാവുള്ളൂ തീരുമാനിക്കും ഞാനാ. ഒരു കത്തി കൊണ്ട് കുത്തുമ്പം അവിടെ ക്യാമറ വെച്ച് കൃത്യം നിങ്ങളെ ഈ കൈയുടെയും കക്ഷത്തിന് ഇടയിൽ കൂടെ എൻ്റെ കത്തി പോകും. ആ പ്രിസിഷൻ ആരാ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ അതായി കഴിഞ്ഞാലോ, വേലുത്തമ്പി കഴിഞ്ഞാൽ വേലുത്തമ്പി അറിയാമല്ലോ, പുള്ളി വെട്ടും. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാ? ഞാൻ എന്ന വ്യക്തി തന്നെയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. 90%, അതായത് സ്റ്റാനിസ്ലാവസ്കി പറയുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു നടൻ എന്താണ് വേണ്ടത്, കട്ട് ഔട്ട് 90% എന്നാണ്. നിങ്ങളെന്നുള്ള ബോധം 90% കട്ട് ചെയ്യുക. എന്തുകൊണ്ട് 10% കട്ട് ചെയ്യാന്ന് പറഞ്ഞില്ല അദ്ദേഹം? ആ 10% നമ്മളാണ് നിയന്ത്രിക്കുന്നത്. മറ്റ് കഥാപാത്രത്തിന് ആവശ്യമായ നമ്മുടെ അംഗവിക്ഷേപങ്ങളല്ല. ഇപ്പൊ ഞാൻ പൂക്കാലത്തിനകത്ത് അപ്പൂപ്പനായിട്ട് അഭിനയിച്ചപ്പോൾ അപ്പൂപ്പന്റെ ഈ കയ്യടി ഇതുണ്ട്, ഇത് ഞാൻ തന്നെ, അത് മനഃപൂർവ്വം എല്ലാവരും ഞാൻ തന്നെ ചെയ്യുന്ന. ചിലപ്പോൾ മറന്നുപോകും ഞാൻ. ആ ഷോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഷോട്ട് നോക്കുമ്പോൾ എവിടെയും വിട്ടുകൂടെ നോക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ വിട്ടുപോയെന്ന് വരും. ഇതൊക്കെ ഞാൻ അറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊന്നുമല്ല, അത് ഞാൻ തന്നെ ചെയ്യുന്ന ആ ഷോട്ടാ. അത് ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കും. ചില കാര്യങ്ങൾ അത് വരുത്തുന്നത് നമ്മൾ. അപ്പൊ അല്ലാതെ എന്തൊരു അതെ. ഇപ്പൊ ഞാനിവിടം വരെ വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയണം. അത് ഞാൻ വിചാരിച്ചല്ലേ നടക്കുള്ളൂ. ഇഷ്ടാനുസരണം ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുമ്പോൾ എവിടെ ശബ്ദമുണ്ട്, അപ്പൊ വീണ വായിക്കുമ്പോൾ അത് മീട്ടിയിട്ട് എവിടെയാണ് അതിന്റെ ശബ്ദ തന്തികൾ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. വീണ വായിക്കുന്നവനാ തീരുമാനിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തെയും ശബ്ദത്തെയും ഒരു ഇൻസ്ട്രുമെന്റ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പ്രാപ്തിയുണ്ടാകുമ്പോഴേ നമുക്കൊരു തികഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യാം. ഞാനായിട്ട് വിജയരാഘവൻ പോലീസ്, വിജയരാഘവൻ അപ്പൂപ്പനായി. എനിക്ക് ഇതിനകത്തെ പൂക്കാലത്തിനകത്തെ അപ്പൂപ്പന് ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം കിഷ്കിന്ധാകാണ്ട് അഭിനയിച്ചു. എനിക്ക് ഡിമെൻഷ്യ എന്ന് പറഞ്ഞ അവസ്ഥ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരാളെ കണ്ടില്ല. അതിനകത്ത് ഈ പറഞ്ഞ ഞാനൊരു കണ്ടോ, ഞാൻ ആ ഡയറക്ടറോട് പറഞ്ഞു, ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാല് ഒരു ഓർത്തെടുക്കുക, മറവിയല്ല പ്രശ്നം. അപ്പം അത് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ശ്രമമുണ്ട്, മറക്കുന്ന കാര്യമുണ്ട്. ഇത് ഞാൻ ഷോട്ടിൽ എൻ്റെ കൈ കാണുന്നില്ല, ഞാൻ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇയാൾക്ക് കൂടുമ്പോ ഈ വിരൽ മാറും, ഈ കൈവെള്ളയിലേക്ക് മാറും, അത് കൂടും, ശ്വാസഗതി മാറും. അപ്പൊ എന്റെ ശ്വാസം തന്നെയാ ബ്രീത്തിങ്, എന്റെ ബ്രീത്തിങ്. പക്ഷെ എന്റെ ബ്രീത്തിങ് ആളെങ്ങനെയായിരിക്കും ബ്രീത്തിങ്? അപ്പൂപ്പനാണെങ്കിൽ എന്റെ കുഞ്ഞ് ഇത്രയായിരിക്കും ആ ശ്വാസം. ഇതിനകത്താണ് നമ്മൾ ഡയലോഗ് പറയുന്നത്. മറ്റേ അറിയില്ല, ഇല്ല, അത്രയും ബ്രീത്തില്ല. ഒരൊറ്റ ബ്രീത്ത് കൊണ്ട് കാര്യം സംസാരിക്കും. ഒരു പരിഭ്രമമുണ്ട്. അതെ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് വീട്ടിൽ വെച്ച് തീർത്തോണം. അയാളുടെ ആ സാധനം കിടക്കുക, എന്റെ ബ്രീത്താ അത്. അപ്പൊ അത് വേണോ തീരുമാനം ഞാനല്ലേ. എനിക്കൊരിക്കൽ അപ്പൂപ്പന്റെ ബ്രീത്ത് വന്നാലോ, അപ്പൊ ആരാ നിയന്ത്രിക്കുന്നത്? ഞാനല്ലേ. അല്ല പിന്നെ കഥാപാത്രം ആകാൻ പറ്റുമോ? ഇത്ര നേരം ഞാൻ കണ്ടോണ്ടെന്ന് ശരിക്കും പറഞ്ഞ എനിക്ക് ലൈവായിട്ട് അല്ല, അത് ഞാൻ പറഞ്ഞ അതിനകത്തിന് അർത്ഥം. പിന്നെ നമ്മൾ അല്ല എങ്ങനെ നടക്കണം. ഇപ്പൊ നമ്മൾ എത്രയോ വയസ്സന്മാരെ കണ്ടിരിക്കുന്നത്. ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ അറിയുക ആരാ കുഞ്ഞിരാമനാണോ എന്നൊക്കെ ചോദിക്കുന്നത്, അതൊരു പഴയ പാറ്റേൺ ആണ്. അതും പറഞ്ഞുകൊണ്ട് ഇപ്പൊ നടന്നു കഴിഞ്ഞാൽ അയാളെങ്ങനെയായിരിക്കുന്നതാണ്. ഇപ്പം ഈ പൂക്കാലത്തെ അപ്പൂപ്പൻ അയാൾ എവിടെ ജനിച്ചു, അയാൾ എവിടെ വളർന്നു, അയാളുടെ സാഹചര്യം എന്തൊക്കെയായിരുന്നു, അയാൾ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ജോലി ചെയ്ത് ഇപ്പൊ വന്ന് ഇപ്പൊ എവിടെ നിൽക്കുന്നത് അറ്റ് പ്രസന്റ്. ഇയാളെ പുറകോട്ടും നമുക്ക് വായിക്കാൻ പറ്റണം. അതാ ഞാൻ അതിന്റെ മുൻകാലം ചെയ്യുന്നുണ്ട്. അതിനകത്ത് കള്ളു കുടിച്ചോ കണക്കുന്ന
അപ്പോഴും അയാളിലെ ഒരു അംശം ഉണ്ടായില്ല. ഇപ്പോഴത്തെ അയാളിലെ ഒരു 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 ഇതുണ്ട്. ഞാൻ കിഷ്കിന്ധാകാന്ഡത്തിനകത്ത് പട്ടാളത്തിലുള്ള സമയമുണ്ട്. അപ്പോഴും അയാൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഇത്രേ ഇല്ലെന്നേ ഉള്ളൂ. 10-16 വർഷം മുമ്പാ ആ മറവി അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറന്നുമല്ലേ ചോദിക്കുന്നുണ്ട് താങ്കളുടെ മറ്റേ മിലിറ്ററി സീൻ അതെ അവിടെ തുടങ്ങിയിട്ടുണ്ടായേക്ക്. പക്ഷെ അയാൾക്ക് അത്രയും ഇതിനകത്ത് പ്രായാകുമ്പോ ഇത്രയും ഉണ്ടായേക്ക്. അവിടെ വെച്ച് അതില്ല. അവിടെ വെച്ചേക്ക് ഒരു കള്ളത്തിൽ ഒളിപ്പിക്കാനുള്ള ശ്രമം കണ്ടില്ല. പിന്നെ അതിനെ അതിജീവിക്കാൻ ദേഷ്യം വരിക. ഒരു സപ്ലിമെന്ററി ഫോമാണ് അതിന്റെ ഒരു വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് അതിലെത്തിക്കുക ആ ഭാവത്തിനെ. അതിന്റെ തന്നെ ഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ മറവി എന്നുള്ളത് അയാൾ അത് പ്രകടിപ്പിക്കുന്ന ദേഷ്യത്തിലൂടെയാണ്. അപ്പൊ അതെങ്ങനെയാ നമ്മള് ഒരു കഥാപാത്രം ഇന്ന പോലെ ചെയ്യണമെന്ന് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന ഇങ്ങനെ, അത് വേറൊരാൾ അഭിനയിക്കാൻ വേറൊന്നായിരിക്കും. ഞാൻ കൺസീവ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെ കൺസീവ് ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പൊ അത് എന്റെ മാത്രമാണ്. പല റോളുകൾക്കും വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും കലകളൊക്കെ അഭ്യസിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നാമത് ഞാൻ ഈ ഡാൻസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് പറ്റുകയില്ല. ഞാൻ പറയും ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല. എനിക്ക് ഡാൻസ് മാഷായിട്ട് വേണം ഇരുന്നൊക്കെ ഞാൻ പഠിപ്പിക്കും. അതൊക്കെ ഞാൻ ചെയ്യും. കണ്ടാത്തൊന്നും ഞാൻ ഭയങ്കര മാഷായിട്ട് അഭിനയിക്കാം. പക്ഷെ ചുവട് വെച്ചു കൊടുക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞൊരവസ്ഥ എനിക്ക് വന്നത്. പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ, തീർച്ചയായിട്ടും. നമുക്ക് ആ എപ്പോഴും ബേസിക്സ് ഒക്കെ പഠിക്കുന്നത് വളരെ 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 നല്ലതാണ്, അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ കഥകളി, ഞാൻ ആ ദേശാടനകത്ത് കഥകളി നടന്നായിട്ട്, അപ്പൊ അതിനകത്ത് ഒരു സീനുണ്ട്. ഇതേണ്ടല്ലോ, പുത്രന്മാര് മരിച്ചിട്ട് കൃഷ്ണൻ എടുക്കച്ചെന്ന് പറയല്ല, ഒരു നമ്പൂരിക്ക് കുട്ടികളുണ്ടാകാതിട്ട് ഓരോ കുഞ്ഞുങ്ങളുണ്ടായ സന്താനഗോപാലം. ആ കഥ ഞാൻ കളിക്കുന്നതായിട്ട് ഷൂട്ട് ചെയ്യണം. എനിക്കാണെങ്കിൽ ഇതിന് കഥകളിയുടെ സംഭവം കാലിന്റെ താളം ഒന്ന്, കൈ വേറെ താളം, പിന്നെ മുഖത്തെ എക്സ്പ്രഷൻ വേറെ. ഇത് ടെക്നിക്കൽ ആക്ടിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ കഥകളി ടെക്നിക്കലാണ്. ഇന്ന ഭാവങ്ങൾ, അതായത് നമ്മുടെ ഇന്ന മസിൽസ് ചലിപ്പിക്കും. 142 മസിൽസ് മുഖത്തുണ്ടെന്നാ പറയാ. അത് ഇന്ന മസിലുകൾ ഇന്ന രീതിയിൽ ചലിക്കുമ്പോൾ ഇന്ന ഭാവമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വിറപ്പിക്കുകയാണ്, ദുഃഖം, പുരിയം പൊക്കി, കണ്ണ് വിഴിച്ച്, അത്ഭുതം, അങ്ങനെ ഓരോന്നിനും ടെക്നിക്കലാണ്. അത് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അത്ഭുതം അറിയാതെ ഭാവം ഒളിക്കുക. പക്ഷെ അത് ടെക്നിക്കലി അവർ ഇത് ചെയ്ത് വരുന്നത്, പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഏകലോചനം, ഒരു കണ്ണിലൊരു ഭാവവും മറ്റേ കണ്ണിൽ വേറൊരു ഭാവവും അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവും ആർക്കെങ്കിലും? ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് കഥകളി, അത് ടെക്നിക്കലാണ്. പക്ഷേ കുടമാളൂർ നായർ സാറും കലാമണ്ഡലം കൃഷ്ണൻ നായർ സാറും ഗോപിയാശാനും ഒക്കെ അഭിനയിക്കുന്ന നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ വിറപ്പിക്കൽ മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഇപ്പം കൃഷ്ണനാകാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃഷ്ണനാണ്, അർജുനാകുമ്പം ഇദ്ദേഹം അർജുനനാണ്. അപ്പം ഈ ടെക്നിക്കും കൂടെ വരും, രണ്ടും കൂടെ സിങ്ക് ആകുമ്പോഴാണ് മഹാ നടനാകുന്നത്. അല്ലാതെ അദ്ദേഹത്തിനോട് പഠിപ്പിച്ചത് ഇപ്പോഴും വിറപ്പിച്ചോണ്ട് നടപ്പുണ്ട് വേണം. പക്ഷെ ഗോപിയാശനാകാൻ പറ്റില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അത് ടെക്നിക്കൽ ആക്ടിങ്. ഇവിടെ അതല്ല, ഇത് ഇമോഷണൽ ആണ് 100%. മറ്റത് ഇമോഷനും ടെക്നിക്കൽസും കൂടെ മിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ തനി ആ ഇമോഷനിലേക്ക് വരുത്തുന്നതാണ്. അതിപ്പോ ഈ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യല്ലേ, വിവിധ ഭാരതി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്ന അതായി കഴിഞ്ഞാൽ നമുക്ക് അതാണ്. അങ്ങനെ അതിനകത്തേക്ക് അപ്പം നമ്മുടെ അംഗവിഷയം നടപ്പ്, ഞാൻ പറയും പോൾമുനി എന്ന് പറയുന്ന അദ്ദേഹം വോങ് ആയിട്ടൊരു ഗുഡ് എർത്ത് അതിനകത്തൊരു ചീനനായിട്ട്, ഇദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. ഇദ്ദേഹം എങ്ങനെ ചീനനാകും? ഇദ്ദേഹം ഇതിനു വേണ്ടി ചീനത്ത് പോയി താമസിച്ചു. ഇപ്പൊ ഒരു ചീനനെ വിളിച്ച് പാചകക്കാരനായിട്ട് അവന്റെ നടപ്പും ഇരിപ്പും എല്ലാം അങ്ങനെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. പിന്നെ ഇങ്ങനെ കൂടെ വിത്തിനെ കൊണ്ടുവന്നു. അങ്ങനെ കുറെ നാളിതിനു വേണ്ടി ഇങ്ങനെ സ്റ്റഡി ചെയ്തു. അവിടെ എന്നുവെച്ചാൽ അവിടെ ഈ ബട്ടൺ ഹോൾ പോലെ കണ്ണിന്റെ ഈ ലുക്കൊക്കെ മാറ്റമുണ്ട്, നമ്മളെ പോലെയല്ല. അതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തി. ഇതൊക്കെ കേട്ടിട്ടാണ് പലരും പറയുന്നത് ഇങ്ങനെ കഥാപാത്രമായി തീർന്നു എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ലോറൻസ് ഒളിവിയർ ആണെന്ന് തോന്നുന്നു, ഹെഞ്ച് ബാക്ക് ഓഫ് നോർത്തർഡാം എന്ന് പടം ഞാൻ കണ്ടിട്ടുണ്ട്. പടം അതിനകത്ത് മുതുകു കൂനി ഒരാളാണ്. അപ്പൊ അത് അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം ഈ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ മേക്കപ്പ് സൗകര്യങ്ങളൊന്നും, പ്ലാസ്റ്റിക് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ എന്തോ പരിപാടിയാണ്. അപ്പൊ ഈ പുറത്ത് മൊഴി ഉണ്ടാക്കി, അതിന് ഈ ഞരമ്പ് പോലും ഒക്കെ ഇങ്ങനെ ചുവന്ന് നിൽക്കുന്ന ഞരമ്പ്, അങ്ങനെ ഇത് പെട്ടെന്നൊന്നും അഴിക്കാൻ പറ്റില്ല.
ഇത് ഇങ്ങനെ ഈ മേക്കപ്പോട് കൂടി തന്നെ ഇങ്ങനെ ഈ ഒരു മനുഷ്യനായിട്ട് കുറെ നാള് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ജീവിച്ചു. ഭക്ഷണം കൊണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ജീവിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് മാറുന്നത്. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് നിവരാൻ മേലാതായി. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു കുറെ നാളത്തേക്ക് ജീവിച്ചപ്പം അതുകൊണ്ടൊക്കെയാണോ അങ്ങനെയൊക്കെയാണ് കഥാപാത്രം ഒരാൾ ചെയ്തു എന്ന് അറിഞ്ഞിട്ടാണോ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല. എന്താണ് അത് ചിലപ്പോൾ അത് ഫിസിക്കലാണ്, മെന്റലായിട്ട് ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നത്. മെന്റലായിട്ട് ഇപ്പൊ എന്റെ അങ്ങോട്ട് വന്നു കഴിഞ്ഞു, സ്റ്റാർട്ട് ക്യാമറ ചേട്ടാ റെഡി, റെഡിയാണോ, റെഡി, പിന്നെ ഞാൻ റെഡിയാണ്. പിന്നെ ഞാൻ ഈ കഥാപാത്രം അഭിനയിക്കാൻ വേണ്ടിയിട്ട് 3.5 മണിക്കൂർ മേക്കപ്പ് വേണം. അപ്പൊ ഈ ഇവിടെ ഒക്കെ ചുളുക്കം വേണം. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ലാറ്റക്സ് തേക്കും, വിടും, ഇവിടെ ഇങ്ങനെ പിടിച്ചു ഇവിടെ ലാറ്റക്സ് തേക്കും, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് തേക്കും, കണ്ണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ലാറ്റക്സ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് 3.5 മണിക്കൂർ വേണം. അപ്പൊ ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് ലൂസാക്കും, അങ്ങനെ ഇരിക്കും. ഇത് ഞാൻ അന്ന് വൈകുന്നേരം വരെ വിടുകയല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. മനസ്സിൽ കുന്തം തീർന്നില്ലല്ലോ, ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഈ കാശി ഇതൊക്കെ പറഞ്ഞു ചിരിക്കാനും പറ്റത്തില്ല, ആരോട് പോയി വർത്താനം പറയല്ലേ ഞാൻ. അതുകൊണ്ട് പിന്നെ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു, അതുകൊണ്ട് കാരവനകത്ത് തന്നെ ഇരിക്കും. ഷോർട്ട് ആകുമ്പോൾ ഞാൻ വരും, ആരോടും വലിയ വർത്താനം ഇല്ല. അതുകൊണ്ട് ഞാൻ സംസാരം പോലും ഇങ്ങനെ ആക്കിയത്. അല്ലാതെ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താകും, ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ പോകും, ശബ്ദം അങ്ങനെ വരും, മനസ്സിലായോ? ഇത് ഞാൻ ടെക്നിക്കലായിട്ട് ഞാൻ തന്നെ ചെയ്ത കാര്യമായത്. അല്ലാതെ ഞാൻ ആ ഒരു ചെയ്യുന്ന നിമിഷം ഞാൻ അങ്ങനെ അതാവാൻ ശ്രമിക്കും. അത് ആവാൻ ശ്രമിക്കുക മീൻസ് ഞാൻ എന്നെ അങ്ങനെ ആക്കിയെടുക്കുക, കഥാപാത്രത്തെ എന്നിലേക്ക് ആക്കുക. ഞാൻ കഥാപാത്രമാകുകയല്ല, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കഥാപാത്രമാകുമ്പോഴാണ് ഈ കഥാപാത്രം എന്നിലേക്ക് ആക്കുക. അങ്ങനെ പറ്റൂ. അല്ലാതെ പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമായ എനിക്ക് ധാരണയുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് പറ്റില്ല. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ 100 വയസ്സുകാരുടെ അഭിനയിച്ചു, നിങ്ങൾ വിശ്വസിച്ചോ? അത്രേ ഉള്ളൂ. ഞാൻ ഡിമെൻഷ്യ വന്ന ഒരാളായിട്ട് വിശ്വസിച്ചോ? അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അത് ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ വിജയരാഘവൻ അങ്ങനെ ആയി തീരണമെന്നില്ല. ആ നിമിഷം നേരത്തെയാണ്. പണ്ടൊക്കെ ഞാൻ കൊച്ചിലെ അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ 10 വയസ്സൊക്കെ ഉള്ളപ്പോഴേ ഒരു കരയുന്ന രംഗമൊക്കെ ഉണ്ട്. ഞാൻ അഭിനയിച്ചിട്ട് സൈഡ് കറിന്റെ അടുത്ത് വന്നു, അപ്പോൾ നന്നായത് പോലെ എന്തോ എപ്പോഴും എനിക്ക് കരച്ചു നിൽക്കുകയില്ല. അത്ര കൺട്രോൾ ഇല്ല. ആ കൺട്രോൾ ഇല്ലായ്മ ഒരു നടന്റെ കുഴപ്പമാണ്. ആ കുട്ടിയായിരുന്ന എന്റെ കുഴപ്പമാണ്. എനിക്കത് കൺട്രോൾ ചെയ്യാൻ അറിയില്ല. അതിന്റെ അറിവില്ലായ്മ അത് അവിടെ വന്നാൽ തീരണം. എനിക്ക് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ തുടങ്ങണം, കട്ടുന്ന അവിടെ തീരണ്ടേ. അല്ലാതെ ഞാൻ പറഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അടിപൊളി. ഇത്രയും സമയം എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ടെലിവിഷൻ ആങ്കർ ഇന്റർവ്യൂർ ആയതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു നല്ലൊരു നിമിഷമാണ് ഞാൻ ഈ ലാസ്റ്റ് കുറച്ച് സമയം അനുഭവിച്ചത്. വെച്ചാൽ കുട്ടേട്ടന്റെ അഭിനയവും ഇത്രയും പ്രിസിഷനിലെ വർത്തമാനം, അതൊക്കെ കലയുടെ. ആൻഡ് ഇതൊന്നും എനിക്ക് താങ്ക്സ് എന്ന് പറഞ്ഞാൽ വലിയ ഫോർമാലിറ്റി ആവുന്നത്. അതുകൊണ്ട് എനിക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകണം. വരിക. പേരക്ക പൊടിച്ചു, സോറി. വീട്ടിൽ പോയിട്ടൊന്നും വേണ്ടല്ലോ. അത് വേണം, അത് കുഴപ്പമില്ല, കഴിക്കാം. പേരക്ക, വെറ്റില കഴിച്ചു, കണ്ണിമാങ്ങ, പപ്പായ അവിടെ നല്ലോണം, പുളി എല്ലാം ആയി. അതെ, വേണ്ട അങ്ങനെ പറയാറായിട്ടില്ല. എന്നാലും ഈ വീട്ടിൽ നിൽക്കുമ്പോ സിനിമയിൽ അഭിനയിച്ച ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ഒരു സാമ്യത തോന്നാറുണ്ടോ താങ്കൾക്ക് ഇവിടെ നിൽക്കുമ്പോ? ഇല്ലല്ലോ. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി സ്ഥലം. എനിക്ക് ഞാനിപ്പോ താമസിക്കുന്ന വീടിനെക്കാട്ടിലും എന്തോ ഒരു ഭയങ്കര ഇഷ്ടം. ഒരു എന്താ പറയുക, സമാധാനം. അങ്ങോട്ട് സമാധാനമാകും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അത്ര വലിയ ടെൻഷനൊന്നുമില്ല, അങ്ങനെ സുഖാകുക. അപ്പൊ ഈ പടം റിലീസിന് വരുമ്പോ ആൾക്കാർക്കുള്ള ടെൻഷൻ ഒന്നും ചേട്ടനില്ല? അത്ര വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞില്ല. ഇനിയിപ്പം ടെൻഷൻ അടിച്ച കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പണ്ടൊക്കെ പല കാര്യങ്ങളും ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കും എന്തിനായിരുന്നു ടെൻഷൻ അടിച്ചത്? അതുകൊണ്ട് എന്തെങ്കിലും ടെൻഷൻ അടിച്ചോ, എന്തെങ്കിലും കാര്യം നടന്നോ? അന്നേരം ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്തെങ്കിൽ അതുകൊണ്ട് പ്രതിഫലമായിട്ടാണ് അത് നടന്നത്. ടെൻഷൻ അടിച്ചിട്ടൊന്നും മാറിയിട്ടില്ല. അപ്പൊ ഒരിക്കലും ജീവിതത്തിൽ ടെൻഷൻ അടിക്കാതിരിക്കുക. അപ്പൊ ജീവിതത്തില് ഒരുപാട് പേരുണ്ടല്ലോ കൂടെ അഭിനയിച്ചിട്ടൊന്നും ചില സമയത്ത് ഉണ്ടാവാറില്ല. അപ്പൊ ഈ ഇത്രയും 42 അല്ലെങ്കിൽ കൊല്ലത്തെ ഒരു ജീവിതത്തില് ഒരു ഇവന്റ് നമുക്ക് ഇരിക്കാം, എന്നിട്ട് ഞാൻ തിന്നു തീർക്കണവരെ ഒരു ഇവന്റ് നടക്കരുത്, അല്ലെങ്കിൽ
അത് നടക്കാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടോ? മലയാള സിനിമയിലോ? ഉം. മലയാള സിനിമയിലോ? സിനിമയിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോ ഒരു സാധനം ഉണ്ടാകണ്ടേന്നില്ല, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമായിരുന്നു എന്ന് തോന്നിയൊരു ഇവന്റ്? ഞാൻ ചെയ്ത കാര്യങ്ങളാണോ? ആ. ഞാൻ ഒരുപാട് ചില മനുഷ്യനല്ലേ, ആ. ഈ പറഞ്ഞ സമൂഹം അത് ശരിയല്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ മനുഷ്യൻ ഹ്യൂമൻ ബീങ്, ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്, അതിൽ നമ്മൾ ചെയ്തു പോയ ചില കാര്യങ്ങളുണ്ടാവാം. അയ്യോ അത് വേണ്ടായിരുന്നു പിന്നീട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്വയം പശ്ചാത്തപിച്ചിട്ടുണ്ട്. അത് മതി. സ്വയം പശ്ചാത്തപിച്ചാൽ തീരാത്ത ഒരു പാപവും ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ നമ്മളെ കൊണ്ടുവന്നിട്ട് കോടതിയിൽ നിർത്തുകയോ ഒന്നും. സ്വയം പശ്ചാത്തപിക്കുന്ന യഥാർത്ഥമായ പശ്ചാത്താപം ആയിരിക്കണം. ആണെങ്കിൽ ഒരു തെറ്റുകളാകില്ല. പശ്ചാത്തപിച്ച് അത് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച അങ്ങനെ. പിന്നെ അതല്ല മനുഷ്യനല്ലേ, എന്തിനാ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാ? ഫണ്ടമെന്റൽ ഡ്രൈവ്സ് എന്തൊക്കെ? ആഹാര നീഹാര ശയന മൈഥുനം, ഇതാണ് ജീവിയെ സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശം. പ്രകൃതിക്ക് അല്ലാതെ ഈ റാൻഡം ക്രിയേഷനിൽ എന്തൊക്കെയോ ജീവജാലങ്ങളുണ്ട്. എല്ലാത്തിനും അടുത്തതിനെ സൃഷ്ടിക്കുക, പിന്നെ ഇത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിന് ഭക്ഷണം കഴിക്കുക, പിന്നെ അതിനെ പുറത്തോട്ട് കളയുക, പിന്നെ ഉറങ്ങുക, നമ്മുടെ ബോഡി ഇത് ചെയ്യാൻ വേണ്ടി. ഇത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സിനിമാറിനാണോന്നോ വേഷം ഇടണമെന്നോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ നമ്മൾക്ക് ഈ പറഞ്ഞ സമൂഹം ചില തെറ്റ് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നെ അതൊക്കെ. ആഹാരം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മറ്റേ വീട്ടിലേക്ക് പോവാം. സമയമായി. അതെ, പോവാം. ഊണ് കാലായി ആവോ. അപ്പൊ നമ്മള് ലൊക്കേഷൻ ചേഞ്ച്. ഇപ്പൊ കുട്ടിയുടെ താമസിക്കുന്ന വീട്ടിൽ, ഡൈനീഷ എന്ന വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. കുറച്ചടുത്ത്, നമ്മൾ നേരത്തെ വീടിന് തൊട്ടടുത്ത. അപ്പൊ ഈ വീട്ടില് ഈ ഡൈനീഷ എന്ന പേരിലുള്ള കാരണം എന്താ? അച്ഛൻ പറഞ്ഞ വീടാണ്. ഞങ്ങൾ ഈ ഉണ്ടാക്കിയതും എല്ലാം നാടകത്തിൽ നിന്നാണ്. നാടകത്തിന് മുൻപ് അച്ഛൻ്റെ വലിയ ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതം എല്ലാം അവസാനിച്ച് ഒരു പൈസ പോലും ഇല്ലാതെ ആണ് ഇവിടെ താമസിക്കാൻ തുടങ്ങുന്നത്. ഇവിടുന്ന് പിന്നെയാണ് നാടകം. അപ്പൊ ഇതെല്ലാം നാടകത്തിൽ നിന്നാണ്. നാടകത്തിന്റെ അതിദേവതയാണ് ഡൈനീഷ്യസ് ദേവൻ, ഗ്രീക്ക് ദേവൻ. നമ്മുടെ പരമശിവൻ എന്ന് പറയില്ലേ, ഏകദേശം ആ ഒരു കൺസെപ്റ്റാണ്. അഭിനയത്തിന്റെ, കലകളുടെ, ഫെർട്ടിലിറ്റി, പിന്നെ അഗ്രികൾച്ചർ, മദ്യപാനം, അങ്ങനെ എല്ലാത്തിന്റെയും ദേവനായിട്ടുള്ള ആളായിട്ടാണ് ഈ ഡൈനീഷ്യസ് ദേവൻ. ഡൈനീഷ്യസ് ദേവന്റെ ദേവാലയമാണ് ഡൈനീഷ്യ. ഡൈനീഷ്യയിലാണ് ആദ്യമായിട്ട് നാടകം എന്ന് പറഞ്ഞ രൂപം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡൈനീഷ്യ എന്ന് പേര്. ഞാൻ കുറച്ച് റോളുകള്, ചേട്ടൻ്റെ നല്ല ക്യാരക്ടേഴ്സ് കുറച്ചെണ്ണം ഞാൻ മനസ്സിൽ വെച്ചിരുന്നു. പക്ഷെ ചേട്ടന് അതല്ല വേറെ നല്ലതുണ്ടെങ്കിൽ അത് തന്നെ എന്നോട് പറയണം. ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് രാംജി റാവു സ്പീക്കിങ്ങിലെ രാംജി റാവു. അതായിരുന്നു കുട്ടേട്ടന്റെ ഒരു വേറൊരു മുഖം പെട്ടെന്ന് നമ്മൾ കണ്ടത് അല്ലേ? അത് 1980s അത് വളരെ വ്യത്യസ്തത. ഈ രാംജി റാവു എന്നുള്ള നമുക്ക് അന്നത്തെ കാലത്ത് മലയാളിയല്ല, വേറെ ഏതോ നാട്ടുകാരാണ്. അപ്പോൾ ഒരു വേറെ രൂപമായിരിക്കും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ രൂപത്തില് ഈ പറഞ്ഞ എന്റെ മുടി ഞാൻ ഇവിടെ വരെ പഠിച്ചു. അന്ന് ഈ ജെല്ലില്ല, മുട്ടയുടെ വെള്ളയാ. മുട്ടയുടെ വെള്ളം എടുത്തിട്ട് തേച്ച് ഇങ്ങനെ മുടി ചീകി, ഇപ്പൊ ലോങ് ഫേസ് ആയിരിക്കണം. അങ്ങനെയാണ് കൃതാവ് നീട്ടി, മീശ ഡ്രോപ്പ് ചെയ്തു, അങ്ങനെ ലോങ് ഫേസ് ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അതൊരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, കാരിക്കച്ചർ. നമ്മൾ ആ രൂപമാണ് അതിനകത്ത്. അതിന് പ്രസക്തി. അല്ലാതെ അയാളുടെ പറഞ്ഞ മാതിരി അയാളുടെ ജീവിത വൈവിധ്യമായ അയാളുടെ ജീവിത സാഹചര്യങ്ങളോ ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ സീനുകളൊന്നുമില്ല. അയാൾക്ക് ഒറ്റ ഇന്റൻഷനേ ഉള്ളൂ, പണം ഉണ്ടാക്കുക. അതിന് ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിനെ വില പേശുക. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു നടന്റെ അഭിനയ പാഠവും തെളിയിക്കാനുള്ള സംഭവമൊന്നുമില്ല. അതൊരു കാരിക്കച്ചർ. അതായത് കാരിക്കച്ചർ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം. മറ്റേതിന് കുറച്ച് ലൈഫുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവം. പലതരത്തില് അച്ഛൻ റോളുകൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഉമേഷിന്റെ അച്ഛൻ വടക്കൻ സെൽഫി. അതെ, പെട്ടെന്ന് ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നത് എന്താ അറിയോ? ഇന്നത്തെ തലമുറയ്ക്ക് മാത്രമല്ല, എല്ലാ മക്കളും അല്ലെങ്കിൽ ഏതൊരു മകനും ഏതൊരു അച്ഛനിൽ നിന്നും കേട്ടിട്ടുള്ള വാക്കായത്. ഇത് പല രീതിയിലാണ്. ഞാൻ പഴയ SFIക്കാരൻ എൻ്റെ പഴയ കത്തിയെടുപ്പിക്കരുത് എന്ന് പറയുന്ന സാധനം എല്ലാ എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ സ്വഭാവം മാറ്റം കേട്ടതാണ്, എൻ്റെ സ്വഭാവം നീ മാറ്റരുത് എന്ന് പറയില്ല. ഇത് തന്നെയാണ്. അത് പല രീതിയിൽ പല അച്ഛന്മാരും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു വാചകമാണ്, നല്ലൊരു സിറ്റുവേഷനാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യും ആ കഥാപാത്രത്തെ. അങ്ങനെയാണ്. പിന്നെ അത് നീ പറഞ്ഞ പോലെ ഒരു ഞാനായിട്ട് തന്നെ അത്രേ ഉള്ളൂ. ഇഫ് മെത്തേഡാണ്. ഞാനായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു. നമ്മൾ മറ്റൊരു കഥാപാത്രമൊക്കെ ചെയ്യുമ്പോഴാണ് വേറെ ഡിഫറെന്റ് ആയിട്ട്. ദേശാനത്ത് അതെന്ന് പറഞ്ഞാൽ എൻ്റെ വേഷഭൂഷാദികളുടെ രൂപത്തിലൊന്നും വലിയ മാറ്റമല്ല. പക്ഷേ
അതിനകത്തുള്ള സംഭവിച്ച് 10-15 വർഷമെങ്കിലും മിനിമം അഭ്യാസമില്ലാതെ പഠിക്കാൻ പറ്റുന്ന സാധനമല്ല ഈ കഥകളി. ഹൈലി ടെക്നിക്കലാണ്. നമ്മുടെ ഇന്ന മസിൽസ് ഇന്ന രീതി ചലിപ്പിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം പഠിച്ചിട്ട് പിന്നെ ഈ ശ്ലോകങ്ങൾ പഠിക്കണം, പുരാണങ്ങൾ പഠിക്കണം, കഥകൾ പഠിക്കണം, ഈ താളത്തെ പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കണം, പിന്നെ രാഗങ്ങൾ അറിയാമായിരിക്കും. ഇങ്ങനെ പിന്നെ കാലുകൊണ്ട് ചവിട്ടുന്ന താളം എല്ലാ കൈകൊണ്ട് വരുന്ന നല്ല എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമാണ്. അപ്പം നല്ല പാണ്ഡിത്യം വേണം. അതിനുവേണ്ടി 10-15 വർഷമെങ്കിലും തുടർച്ചയായിട്ട് ഇത് വേണ്ടി സാധകം ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരാളെന്ന് വെച്ചാൽ അയാൾ നടപ്പിലും ഒക്കെ പതിസ്ഥനായിരിക്കും. ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ആ ഒരു ഇത്രയൊരു ജീവിതാനുഭവമൊക്കെ ആ ഒരു പതിസ്ഥനായ മനുഷ്യൻ, കഥകളും പുരാണങ്ങളൊക്കെ. പിന്നെ നമ്പൂരിയാണ്. പിന്നെ ഈ പറഞ്ഞില്ലേ ഒരു ക്ലാസിക്കൽ ആക്ടർ എന്നുള്ള വരുമ്പോൾ കഥകളിയാണ് ശരി, ഡാൻസിനൊക്കെ ഉണ്ട്. അങ്കുഷയം അപ്പൊ ഞാൻ എന്താ ആ ഇരിപ്പിലും അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് മാറും. അങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് നമ്മൾ. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തായിരിക്കും. ഏറ്റവും അധികം ചിരിപ്പിച്ച കുറെ ആൺമക്കള് മേലെപ്പറമ്പിൽ ആൺവീടാണ്. അത് ഈ പറഞ്ഞ അത് സ്ക്രിപ്റ്റിന്റെ ആണ്. പിന്നെ അന്നൊന്നും എന്നെ പോലെ ഒരാളിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ വില്ലനായിട്ടും ഒക്കെ അല്ലേ. അപ്പൊ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മരത്തെ അച്ഛനെ പേടിച്ച് മരത്തെ കയറിയിരിക്കുക എന്നൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ ഒരു അപ്പാവി ഷർട്ടൊക്കെ വിടുന്ന ബട്ടൺസൊക്കെ കേട്ട് അച്ഛൻ പറയുന്നത് കേട്ട് ജീവിക്കുന്ന. അപ്പൊ അത് ഭയങ്കര വ്യത്യാസം. ശിപ്പായിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. അത് ശ്രീനിയുടെ സ്ക്രിപ്റ്റ്, അസാധ്യ സ്ക്രിപ്റ്റ്. ശ്രീനിവാസൻ ഈ മലയാള സിനിമയിൽ എനിക്ക് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം ശ്രീനിക്ക് പറ്റിയില്ല വേറെ 2-3 ഒരു സീനുകളൊന്നും വേറെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ശ്രീനി എഴുതിയവിടുത്തെ എഴുതാൻ പറ്റില്ല. ശ്രീനിയുടെ സ്ക്രിപ്റ്റ്, ശ്രീനിയുടെ വാചകങ്ങളും ഒരു സംഭവത്തെ സമീപിക്കുന്നതൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പം ചിലർ ഒരാൾ വീട്ടിൽ വന്നിട്ട് ചായ വേണോ, നമ്മളെന്താ പറയുന്നത്, വേണം അല്ല വേണ്ട എന്നല്ലേ സാധാരണ. ശ്രീനി എഴുതുന്നല്ല, വേണ്ടി വരും. ഇങ്ങനത്തെ ചില പ്രയോഗങ്ങളുണ്ട്. അതാണ് അയാളെ ഭയങ്കര വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ ആ കഥാപാത്രം അതെ എന്നിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. ഒരു സ്ത്രീലമ്പടനാണ് പുള്ളി. ഇപ്പോഴും സൗന്ദര്യബോധം. കാറിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാറിന്റെ വലിയ കമ്പനിയുടെ MD ആണ്. പക്ഷെ ആ കാറിന്റെ നോക്കും, കുറെ പെൺകുട്ടികളുള്ള സ്ഥലത്തോട്ടാണല്ലോ പോകുന്നത്. ഇങ്ങനത്തെ ചില ചിന്താഗതി ഉള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു പഞ്ചാരയുണ്ട് പുള്ളിയുടെ മനസ്സിൽ എപ്പോഴും. പിന്നെ പെൺകുട്ടികളെ പറ്റി കേൾക്കുന്നതൊക്കെ പഴയ ഹേമമാലിനി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. പഴയ ഹേമമാലിനി. അപ്പൊ അതൊക്കെ ഭാവന ചെയ്യുക. പാവാണ് ആള്. പക്ഷെ ഇത് പുള്ളിക്ക് പഞ്ചാരയിൽ നിന്ന് തുടങ്ങി പ്രണയത്തിലേക്കാവട്ടെ, ഈ സിനിമയിൽ പ്രണയം എങ്ങനെയാ താങ്കൾക്ക്? എനിക്ക് പണ്ട് ജഗതി ഒരു പടത്തിൽ പറയുന്നില്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ. അല്ല, ഞാൻ ഇപ്പത്തെ പ്രണയമല്ല. പണ്ടൊക്കെ ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാലത്ത് നസീർ സാറ്, ഷീലാമ്മ, ജയഭാരതി, ഇവിടെയൊക്കെ നടപ്പും ഇതിങ്ങനത്തെ അതൊന്നും അല്ല പ്രണയം എന്നുള്ളത് എനിക്ക് തോന്നലുണ്ടായിരിക്കാം. എന്തോ പ്രണയത്തിനോടും ഡാൻസിനോടും ഒക്കെ ഒരിക്കലും പ്രശ്നമാണോ? എനിക്കൊരു പ്രശ്നമുണ്ട്. അത് എനിക്ക് എന്നെ സംഭവിച്ചു. ഇപ്പം ഡാൻസ് ആണെങ്കിൽ ഞാൻ കുട്ടിക്കാലം മുതൽ ഡാൻസ് സ്ത്രീകൾക്കുള്ളതാണ് എന്ന് ബോധം. എനിക്ക് താളബോധമുണ്ട്, അത്യാവശ്യം പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യാം. പക്ഷേ കുലം എന്നൊരു സിനിമയില് കുലം അതിനകത്ത് അല്ല, ഞാൻ എന്നെ ശരിക്കും പറഞ്ഞത് ഇപ്പോഴത്തെ ഞാൻ കുലം കഴിഞ്ഞിട്ടാണ് എന്നെ വലിയ കാമുകനാക്കിയില്ലേ സോൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ പക്ഷെ അതെന്ത് ഗംഭീര പ്രണയമാണ്. അല്ല, ഇപ്പോഴും ആ സിനിമയിൽ മൊത്തം ലാലിന് പ്രണയമുണ്ട്, ആസിഫ് അലിക്ക് പ്രണയമുണ്ട്. പക്ഷെ അതിനേക്കാളിലൊക്കെ മേലെ നിൽക്കുക എന്റെ പ്രണയം. സത്യം. കാമുകയെ കാണാത്ത അതാണ് ഡിപ്പാർട്ട്മെന്റിൽ പല സ്ഥലങ്ങളിൽ കുഴിക്കുക. അതാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഡയറക്ടറുടെയും ഇന്റലിജൻസ്. അതാണ് പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ് അവരുടെ മാത്രമാണത്. അപ്പൊ അതിനകത്ത് എന്റെ ഭാഗം ആസ് എ പെർഫോമർ എന്ന് വെച്ചാൽ വലിയ സംഭവം ഇല്ല ശരിക്കും പറഞ്ഞു. പക്ഷേ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. ശരിക്കും ഞാൻ ഈ പ്രണയം അഭിനയിക്കാൻ മോശമെന്ന് പറയുന്നത് കുലം സിനിമയ്ക്കകത്ത് ഭാനുപ്രിയയുടെ കാമുകനാണ് ഞാൻ. കാമുകൻ ഭയങ്കര പ്രണയമാണ്. ഒരു ഇറോട്ടിക് ആയിട്ടുള്ള പാട്ടൊക്കെ ഉണ്ട്. ഒരു ഞാനിങ്ങനെ പൂർണ്ണ നഗ്നാന്ന് തോന്നും, ബാക്ക് ഷോട്ടൊക്കെ എടുത്ത് എൻ്റെ ബാക്കൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവളൊരു ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വയറൊക്കെ കാണത്തക്ക ഡ്രസ്സൊക്കെയാണ്. പാട്ടാണ് അങ്ങനെ എന്തൊരു പാട്ട്. അപ്പൊ ഞാൻ മാഷ് ദൈവം എന്നെ പലതിൽ നിന്ന് ഒഴിവാക്കണം, കഴിയുന്നതും ഭാനുപ്രിയയിൽ കൂടെ അങ്ങ് പോയാൽ തീരുമല്ലോ എൻ്റെ പണി എന്നൊക്കെയുള്ള ഭയങ്കര അതിനോട് എന്തോ മനസ്സിൽ ഇതുണ്ട്. അപ്പൊ ആ പാട്ട് എടുക്കണം. അപ്പൊ പാട്ടിന്
അഭിനയിക്കാതിരിക്കാൻ പറ്റുകയല്ല. അപ്പം ഈ പറഞ്ഞ മാതിരി കടലിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നീന്താതിരിക്കാൻ പറ്റുമോ എന്നുള്ള അവസ്ഥയിൽ അപ്പോൾ ഭാനുപ്രിയ ഇവിടെ കട്ടിലേക്ക് കിടക്കുന്നു, ഞാൻ ഇപ്പുറത്ത് കിടക്കണം. പക്ഷെ ഈ ഷോർട്ട് ക്യാമറ എവിടെ വെച്ചിരിക്കുക എന്നെ കാണൂല. പക്ഷെ പാട്ടിൻ്റെ ഇത് വന്നിട്ട് ഒരു സ്റ്റാൻസ് ആകുമ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഭാനുപ്രിയയുടെ വയറിൻ്റെ ഇവിടെ ഞാൻ ഇങ്ങനെ ഉമ്മ വയ്ക്കണം. ഉമ്മ വെച്ച് ഈ ക്ലെഫ്റ്റിൽ കൂടി പോയിട്ട് ഇങ്ങനെ ചുണ്ടോടടുത്ത് വരുമ്പോൾ ഇവിടെ തല വെട്ടിച്ചു കളയും. ഇതാണ് ഷോട്ട്. അപ്പം ഞാനാണേൽ ഇതിൻ്റെ എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇതുപോലെ ഞാൻ വിഷമിച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കട്ടിലിവിടെ കിടക്കുക, ഇതൊരു സ്പ്രിങ് കട്ടിലും കൂടിയാ. അപ്പം ഞാൻ കൈകുത്തി പൊങ്ങുമ്പോൾ സ്പ്രിങ് ഇങ്ങനെ അപ്പൊ എന്റെ വിറയലാണോ ഇതൊക്കെ തോന്നാം. ഇയാള് ധീരോദാത്തനായൊരു യോദ്ധാവാണ് ഈ കാമുകൻ എന്ന് പറഞ്ഞ ആള്. അയാൾ അങ്ങനെ വിറയ്ക്കാനൊന്നും പാടില്ല. പക്ഷെ എനിക്കറിയാം എന്റെ വിഷമം. ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറമാൻ മധുവമ്പാട്ടാണ്. അദ്ദേഹത്തിന്റെ ക്യാമറ എന്ന് വെച്ചാല് വില്ലന്മാർക്ക് ഒരു പ്രത്യേക ഷെയ്ഡ്, അതായത് റെഡ് കളർ, മറ്റേ പോസിറ്റീവ് ക്യാരക്ടേഴ്സിന് ബ്ലൂ, അങ്ങനെയാ പുള്ളി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ നിൽക്കുന്നത് റെഡിലും മറ്റൊരു ബ്ലൂവിലും നിൽക്കണം. അപ്പൊ ഈ ഭാനുപ്രിയ കിടക്കുന്നിടത്ത് എന്റെ വരുമ്പോ എന്റെ ആ കളർ ആയിരിക്കണം. അദ്ദേഹം എനിക്ക് വേണ്ടി ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ വയറിന്റെ ക്ലെഫ്റ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരുമ്പോ ഇങ്ങോട്ട് മാറിയാ പോയി, മൂക്കിന്റെ ഇവിടെ മറ്റേ കളർ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഉണ്ട്. സ്പ്രിങ്ങയിലാണ് ഞാൻ കിടക്കുന്നത്. എന്റെ മാനസികാവസ്ഥയും കൂടെ സത്യം. എന്റെ പൊന്നെ, ഞാനത് പെട്ട പാട്. ഇതാണ് പ്രണയത്തിന്റെ എന്റെ. അത് നമ്മൾ കമ്പിയിൽ നിങ്ങൾ അതുവരെ ഒളിഞ്ഞിരിക്കുക, ക്യാമറയിൽ കാണാൻ പോലെ 1 2 അതൊക്കെ പൊങ്ങി വന്നപ്പോ ശരീരത്തിന്റെ വെയിറ്റ് മുഴുവൻ കയ്യല, കയ്യാണ് സ്പ്രിങ്ങല. അതുകൊണ്ട് എനിക്ക് വലിയ സുഖമുള്ള കാര്യമല്ല. പിന്നെ വേറെ പ്രണയം ഇപ്പൊ ഞാൻ പറയാം, പൂക്കാലത്ത് എന്റെ പ്രണയം ഉണ്ട്, അറിയാം. ആ വയസ്സിന്റെ പ്രണയം ഉണ്ടോ? അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു ക്യാരക്ടറായിട്ട് ആ ക്യാരക്ടറിന്റെ പ്രണയമാണ്. അപ്പൊ ഇതിനകത്ത് ശിപ്പായിലകളിലുണ്ട്, ശിപ്പായിലകളിലെ പ്രണയമുണ്ട്, ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ ഞാൻ പറയും ക്യാരക്ടർ വൈസ് വന്നിട്ട്, അല്ലാതെ ഞാനായിട്ട് ഉള്ള കഥാപാത്രങ്ങളിലൂടെ കിഷ്കിന്ധാകാന്ഡത്തില് അദ്ദേഹം ഉണ്ടല്ലോ, ആ ഒരു അപ്പൂപ്പനെ നമുക്ക് നമ്മളെവിടെ കണ്ടു പറഞ്ഞ ഒരു അപ്പൂപ്പനാ, കറക്റ്റ്. അപ്പൊ ഇതുമാതിരി തന്നെ ഈ അപ്പൂപ്പനാവുമ്പോഴും അതല്ലെങ്കിൽ ഇനിയിപ്പോ അതുപോലെ ബാംഗ്ലൂർ ഡേയ്സില് നേരെ ഗോവയ്ക്ക് വെച്ചടിച്ച അച്ഛനാണെങ്കിലും ഇനോ ഒരു ക്യാരക്ടർ ഭദ്രമാക്കുന്നത് താങ്കളെ അതൊരു കല തന്നെയാണ്. അതെങ്ങനെ ഉണ്ടായി പോകുന്നത്? ഇപ്പൊ നമ്മളോട് കഥ പറയുമ്പോഴേ നമുക്ക് അതിന് ചില അംശങ്ങൾ കിട്ടുക. അതാണ് നമുക്ക് അത് എപ്പോഴാണത് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇതിനു വേണ്ടി ഒരിക്കലും ഒരു കഥാപാത്രം നമ്മളോട് പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കട്ടെ കുത്തിയിരുന്ന് എന്റെ മുറി ഇരുന്ന് ആലോചിക്കാറേ ഇല്ല. ഒരു പ്രിപ്പറേഷൻ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നമ്മോട് പറഞ്ഞ് നമുക്ക് മനസ്സിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അറിയാതെ ഹോണ്ട് ചെയ്യുന്നത്. അത് എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും. വയസ്സ് എന്തൊക്കെ ചെയ്യാം. അപ്പം ആദ്യം എനിക്ക് വയസ്സനായിട്ട് പോസ്റ്ററിങ് ആണ്, അതിൻ്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് മനസ്സിൽ കിട്ടി, അയാളുടെ പ്രായത്തിൻ്റെ നടക്കും. അപ്പം ഞാൻ എൻ്റെ ഇതുണ്ടല്ലോ ഈ മുതുകിൻ്റെ ഒക്കെ ഇത് നഷ്ടപ്പെടുമല്ലോ, ഫ്ലൂയിഡൊക്കെ നഷ്ടപ്പെടും പ്രായമാകുമ്പോൾ. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഈ നോട്ടത്തിലൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് ഈ പ്രകടമായിട്ടുള്ള എപ്പോഴും അത് ഞാനൊരാളെ കണ്ടപ്പോൾ പുള്ളിയുടെ ഈ 2 പേരിലിങ്ങനെ അനങ്ങുന്ന കണ്ടുണ്ട് ഒരാളെ. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടത്ത് കൈക്കാണ് ചെയ്യേണ്ടത്, എനിക്കിത് പറ്റുന്നില്ല. ഇടത്ത് കൈ എനിക്ക് അത്ര സ്വാധീനമില്ല. വലത് കൈ വടി പിടിക്കണം, അതുകൊണ്ട് ഇടത്ത് കൈ ആക്കണമെന്നാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ ആ ഒരു വിറയൽ പോലും ഈ കൈ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ എനിക്ക് പിന്നെ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ചെയ്തിട്ടാ വെയിറ്റ് ഉള്ള സാധനം എടുക്കുമ്പോൾ വിറയ്ക്കുക, പേപ്പർ അങ്ങനത്തെ സാധനമൊക്കെ എടുക്കുമ്പോൾ ഇതുണ്ടാകും. അപ്പൊ ഇതൊക്കെ ഞാൻ പിന്നെ ഈ ന്യൂറോളജിസ്റ്റോടൊക്കെ ചോദിച്ചു. അല്ല, ഈ പാർക്കിൻസൺസ് അസുഖം അതിന് ഉറക്കത്തിൽ നമുക്ക് ഉണ്ടാവില്ല. അതേസമയം ഈ നെർവസ് സിസ്റ്റത്തിന് മാത്രം വരികയാണെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴേ ഉണ്ടാവും. അങ്ങനത്തെ ചില ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഉണ്ട്, ഉറങ്ങുമ്പോൾ ആയിട്ടില്ല. ഞാൻ വേറൊരാളെ ഒരു പ്രായമുള്ള ആളെ ഞാൻ കണ്ടു, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടു. പക്ഷെ നമുക്ക് സിനിമയെ പറ്റിയല്ലത്. സിനിമ നമ്മൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഗോഷ്ടിയാന്ന് പറയും. ഞാൻ കഴിഞ്ഞ എയർപോർട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനെ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് സിനിമയെ പറ്റിയാലും അപ്പൊ ചില കഥാപാത്രങ്ങൾക്ക് നമ്മൾ ചിലത് ചെയ്യാമെന്ന് തോന്നിയാലും നമുക്ക് സിനിമയ്ക്ക് പറ്റുക സിനിമാറ്റിക് ആകില്ല. അപ്പൊ അത് സിനിമാറ്റിക് ആക്കുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്,
ഏതൊരു കഥാപാത്രവും നമ്മൾ ആ കഥാപാത്രമായി തീരുകയല്ല, ആ കഥാപാത്രം നമ്മളിലേക്ക് ആക്കിയിട്ട് എന്താണ് ഈ സിനിമയ്ക്ക് വേണ്ടത്, എവിടെയൊക്കെയാണ് ഈ പോകേണ്ട സ്ഥലങ്ങൾ, അപ്പൊ അതനുസരിച്ച് വേണമല്ലോ ചെയ്യാൻ. അതിനകത്തൊരു ഇതൊക്കെ നാടകത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. പിന്നെ ആ കാലത്തുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടിയൊരു ആളാണ് ഏട്ടൻ. അപ്പോ അന്നത്തെ കാലത്ത് മലയാള സിനിമയിലുള്ള ഒരു കാര്യം ഇപ്പോഴത്തെ കാര്യം ആ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയത് എന്തെങ്കിലും? അന്നത്തെ സിനിമയുള്ള സമീപനത്തിൽ കുറച്ച് സീരിയസ്നെസ് ഉണ്ടായിരുന്നു. സീരിയസ്നെസ് മീൻസ് അന്ന് ഫിലിമായിരുന്നു ഉപയോഗിച്ചത്, ഡിജിറ്റൽ അല്ല. അപ്പം നമ്മൾ ഒരു ഷോട്ട് എടുത്ത് രണ്ടാമത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഒരു ഞാനൊക്കെ ഫിലിമിൽ നിർത്തുന്ന സമയത്ത് ഒരടി ഫിലിം ഇത് ചെയ്യണമെങ്കിൽ 35 രൂപ മറ്റോ വേണം. അപ്പൊ അത് ഷൂട്ട് ചെയ്താൽ അത് മുഴുവൻ വാഷ് ചെയ്യണമല്ലോ. വാഷ് ചെയ്താൽ അത് ആ പ്രോസസ്സിലേക്ക് എത്തുന്നതിന് 35 രൂപ വേണം ഒരടിക്ക്. അതിപ്പോ ഒരു സീൻ തന്നെ എത്ര പെട്ടെന്നാ പോകുന്നു. 90 മറ്റേ ഫ്രെയിമാണ് അല്ലേ, ഇത് പെട്ടെന്നല്ലേ പോകുന്നത്. പിന്നെ ചിലപ്പോൾ ചില സീനൊക്കെ ഒരു മാഗസിൻ ഒറ്റ ഷോട്ടിൽ. അപ്പോൾ കാറ് കയറി വന്നു, കാറിൽ വന്ന് ഇറങ്ങി ഇവിടെ നടക്കുന്നു, നടന്ന് അവിടെ പോയി കുറെ ആൾക്കാരുടെ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഏകലവ്യനകത്ത് അങ്ങനെ സീനുണ്ട്. ഒറ്റ ഷോട്ടാണ്, ഒറ്റ ഷോട്ട് 450 അടി ഒരു മാഗസീനാണ്. ഇത് പകുതിക്ക് തെറ്റിപ്പോയ വീണ്ടും വേറൊരു മാഗസീൻ കയറ്റണ്ടേ, വീണ്ടും വേണ്ടേ, അങ്ങനെ 5-10 ടേക്കായാലും എത്രയാന്ന് കാശ് എത്ര പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, റിഹേഴ്സൽ ചെയ്യും. ഇന്നത്തെ ഡയറക്ടേഴ്സൊക്കെ അങ്ങനെയാണ്. അന്ന് ഇതുമാതിരി മോണിറ്റർ ഇല്ല. അപ്പോൾ ഇവർക്ക് ക്യാമറാമാൻ പറയുന്നതാണ് ഓക്കെ. അപ്പം ക്യാമറാമാൻ ഓക്കെ എടുക്കാം, ഓക്കെ സ്റ്റാർട്ട് ക്യാമറ, ഡയറക്ടർ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, കട്ട് പറയുന്നു. എങ്ങനെയുണ്ട് ഡയറക്ടർ ക്യാമറമാൻ കൊള്ളാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്നും എടുക്കണം. ഇതിനകത്തൂടെ നോക്കിയിട്ടുള്ള സംഭവം പറയുന്നത്. ഇത് പ്രോസസ് ചെയ്ത് അവിടെ കൊടുത്തിട്ട് അവിടുന്ന് വിളിച്ചു പറയും നന്നായിരിക്കുന്നു കേട്ടോ, അതിലെ കളർ പക്ഷേ പ്രശ്നമുണ്ട്, അതിലെ കളർ ഇന്ന ചെറിയ വ്യത്യാസങ്ങൾ പോയി. ഇത് കേട്ടാൽ പിറ്റേ ദിവസം മുതൽ ഷൂട്ട് ചെയ്യും. പിറ്റേ ദിവസം അല്ല 2 ദിവസത്തെങ്കിലും കഴിഞ്ഞിട്ടേ ഇത് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇവര് എന്തറിഞ്ഞോണ്ടാ എടുക്കുന്നത്. അപ്പൊ അത്രമാത്രം സിനിമ എന്താണെന്ന് ഇവരുടെ ബോധത്തിൽ വേണം ഡയറക്ടറെ. അല്ല ചുമ്മാ കുറെ എടുത്തു കൂട്ടിയിട്ട് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കട്ട് ചെയ്തിരുന്ന പരിപാടിയല്ല. അതുകൊണ്ട് അന്ന് നടന്മാര് ലേറ്റപ്പല്ല അപ്പൊ റിഹേഴ്സൽ നോക്കാം, കൃത്യമായിട്ട് റിഹേഴ്സൽ നോക്കും. 1 2 സാർ ഒന്നും നോക്കാം, ഒന്നും നോക്കിയോളൂ. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് നമ്മുടെ പൊസിഷനൊക്കെ എല്ലാവരും നോക്കും. പൊസിഷൻ നോക്കി എല്ലാം ശരിയാക്കി ഓക്കെ ആണോ, അപ്പോൾ എടുക്കാം. എനിക്ക് ഒന്നുകൂടെ നോക്കാം, ശരി ഒന്നുകൂടെ നോക്കൂ. അങ്ങനെ പല റിഹേഴ്സൽ ചെയ്തിട്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു റിഹേഴ്സലും ഫുള്ളായിട്ട് നമ്മൾ ചെയ്യില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് റിഹേഴ്സൽ ഞാൻ ഒരു ടേക്ക് സമയത്ത് ഫസ്റ്റ് ടൈം എന്നുള്ള രീതി, ഫസ്റ്റ് ടൈം വരുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിന്റെ ഫ്രഷ്നെസ് ഉണ്ട്. അത് പിന്നെ ചെയ്താൽ കിട്ടില്ല. അപ്പൊ ഇത്രയും റിഹേഴ്സൽ പിന്നെ അങ്ങ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗിയെല്ലാം വരുന്നത്. അപ്പം പിന്നെ തെറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ റിഹേഴ്സൽ അധികം ആൾക്കാർ എടുക്കുന്നില്ല. ഞാൻ ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ പറയും പിന്നെ റിഹേഴ്സൽ നോക്കാമെന്ന് പറയും. അപ്പൊ ഈ അത്ര വിലപിടിപ്പുള്ള സാധനമായി ഫിലിം ആയതുകൊണ്ട് കുറച്ചും കൂടി സീരിയസ് ഡിജിറ്റൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ എല്ലാം. പിന്നെ ഇപ്പൊ സൗകര്യങ്ങൾ വളരെ ഉണ്ട് കേട്ടോ. അയ്യോ പിന്നെ പണ്ടത്തെ വെച്ച് എന്ത് ഓരോ ഷോട്ടും കാണുന്നതോ അതല്ല വേറെ രീതി എടുക്കാം. ഇപ്പൊ തെലുങ്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ എടുത്തു ഇത് പിറ്റേ ദിവസം ഒരു എഡിറ്റ് ചെയ്ത് കാണും, പോരെ നമുക്കത് മാറാം, അവിടെ നിന്ന് മാറാം, വേറെ ലൊക്കേഷൻ മാറ്റി വേറെ സ്ഥലത്ത് എടുക്കും. അതുപോലെ അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും ഇപ്പൊ തമിഴിലും ഇപ്പൊ തെലുങ്കിലും ഒക്കെ ഉള്ള ഇൻഡസ്ട്രികളുടെ വ്യത്യാസം. മലയാളത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒന്നൊക്കെ ചക്രേ ഉള്ളൂ, ഇത് അടിച്ചെടുത്ത് അല്ല പ്രേക്ഷകനും അത്രയല്ലേ ഉള്ളൂ, നമ്മുടെ മാർക്കറ്റ് അത്രേ ഉള്ളൂ. അതെ പരിമിതി ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കും ആ പരിമിതി വെച്ച് തന്നെ ചെയ്യണം. അത് ഉള്ള സമയത്തൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതെങ്കിൽ ഈ പറഞ്ഞ അന്നത്തെ ആ ഡിസിപ്ലിൻ നമ്മളാരെ പഠിപ്പിച്ചടാ അത് ചെയ്യരുത്, ആ ഡിസിപ്ലിൻ അല്ല, ഒരു സെൽഫ് ഡിസിപ്ലിൻ അത് അന്ന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടിയുടെ 2 ആൺകുട്ടികളല്ലേ? ഒരാൾ യു കെയില്, അവനും എന്റെ ഭാര്യയും എന്റെ മക്കളും ഒക്കെ അവിടെ. അതെ. അപ്പോ മറ്റേ രണ്ടാമത്തെ മോൻ ഇവിടെ ഉണ്ട്. അവൻ വേഫെയർ ദുൽഖറിന്റെ കമ്പനി അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഈ 2 കുട്ടികളും സിനിമയിലേക്കുള്ള ഒരു ഇതുണ്ടായില്ലേ? ഇല്ല, രണ്ടാമത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതങ്ങോട്ട് ഫലിച്ചിട്ടില്ല. അല്ല അതൊക്കെ തന്നെ അവൻ തന്നെ ചെയ്ത് കാണേണ്ട കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ ഇടപെടുകയല്ല. അവരൊരു വ്യക്തിയെ കഴിഞ്ഞാൽ അവരുടെ ഞാനിപ്പോ എന്റെ കാര്യം അങ്ങനെ അച്ഛൻ എന്നോട് കോളേജ് പഠിക്കാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നു, പഠിച്ചിട്ട് 5 ജില്ല ജോലിക്കും. ജോലിക്ക് എന്ത് ജോലി? അങ്ങനെയൊന്നുമില്ല, പിന്നെ ഒരു ഉദ്ദേശമില്ലേ.
എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അപ്പൊ എനിക്കാണെങ്കിൽ കോളേജിൽ പോകുന്ന ഇഷ്ടമല്ല. ഇത് അച്ഛനും അറിയാം. ഭയങ്കര മടിയാണ്, എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത് എനിക്ക് ഞാൻ ബെസിലസ് കോളേജ് അവിടെ പോയാൽ നമ്മൾ ഈ ഉഴപ്പാനല്ലേ പോകുന്നത്. കുറച്ച് അത് മടുക്കുമല്ലോ. പിന്നെ മാത്രമല്ല ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജീവിതമാർഗം അതാണെന്നൊരു തോന്നലോ ഒക്കെ ആയിരിക്കാം. ഞാൻ അച്ഛൻ പറഞ്ഞ ഒരു റോള് ഞാൻ എഴുതുന്നുണ്ട് പുതിയ നാടകത്തിലും. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആയിക്കോട്ടെ. അങ്ങനെ നേരെ ചാടി. അത് ഗറില്ല എന്ന് പറഞ്ഞത്. അത് പി ഗോവിന്ദപിള്ള അച്ഛനോട് കൊടുത്തൊരു പുസ്തകമുണ്ട്, ഗാറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞ കാട്ടുകടന്നൽ. അത് മലയാളത്തിലേക്ക് ആക്കിയിട്ട് അതല്ല അതേപടിയല്ല അതിന്റെ ഒരു അഡാപ്റ്റ് ചെയ്തിട്ട് ആ നാടകം ആണ് ഞാൻ 71 അന്ന് മുതൽ നാടകമായി ഫുൾ ടൈം ഒരു 83 വരെ. ഈ കാലഘട്ടത്തിൽ എപ്പോഴും ഈ നമ്മളെ വിട്ടുപോയ ആൾക്കാരുണ്ടല്ലോ, അതായത് ഇന്നസെന്റ് ഏട്ടനാണെങ്കിലും തിലകൻ സാറാണെങ്കിലും വേണിച്ചേട്ടൻ, ലതിക ചേച്ചി, ഇവർക്കൊന്നും പകരം വെക്കാന്നല്ല അവരെ പോലെ ഗോപിച്ചേട്ടന്റെ പോലെ ആർട്ടിസ്റ്റുകള്. ഞാൻ മലയാളത്തിൽ കണ്ടുള്ള ഏറ്റവും ഗംഭീര ആർട്ടിസ്റ്റ് ഗോപിച്ചേട്ടൻ. പിന്നെ അദ്ദേഹത്തിന്റെ കൊടിയേറ്റം, ഓർമ്മയ്ക്കായി, അത് പിന്നെ പിന്നെ ഷേക്സ്പിയർ ശങ്കരപ്പിള്ള, കാറ്റത്തേക്ക് കൂടെ. അയ്യോ അയാളുടെ പ്രണയമൊക്കെ അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ അങ്ങനത്തെ പ്രണയമൊക്കെ ആണെങ്കിൽ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് പഞ്ചവടി പാലത്തിലെ KG ജോർജില്ലേ, പഞ്ചവടി പാലം. മൂപ്പരെ സ്വന്തം മുഖം, ഒരു ചിരിയുണ്ട്, ഒരു വെള്ളിയൊക്കെ ശബ്ദം. അങ്ങനെ അല്ല അങ്ങേത് നെടുമുടി വേണു ഇത്രയും അനായാസമായിട്ട് അഭിനയിക്കുന്ന നെടുമുടി വേണിനെ പോലും വളരെ അനായാസമാണ്. ലളിത ചേച്ചി വേറെ ആരുണ്ട് ലളിത. പിന്നെ ഇന്നസെന്റിനെ പോലെ ഒരു ഹ്യൂമർ ചെയ്യുന്നതിനാണ്. അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല ചെയ്യുന്നത്, പക്ഷെ അതൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിലും അങ്ങനെ തന്നെയാ. അഴകിയ രാമണ്ണാത്ത് പുല്ല് പറഞ്ഞ ഡയലോഗ് പറഞ്ഞിട്ട് അരി പെറുക്കി എന്നൊക്കെ പറയുന്നത് തോന്നക്കൽ പഞ്ചായത്ത്. ആ സീനൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചുകൊണ്ട് ഞാൻ പറ്റില്ല. അത് ഇന്നസെന്റ് മാത്രമാണ്. അയ്യോ അതിന്റെ ഒരു അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല സെറ്റുകളിലും അഭിനയിക്കാൻ ആവേശഭരിതമായിട്ട് വന്നിട്ട് ഈ വെള്ളം കുടിക്കുന്നതും ഈ ക്ലാപ്പ് അടിക്കുന്നതിന്റെ ചീത്ത പറഞ്ഞതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം അതാണ് അങ്ങനെ സാമാന്യമായിട്ട്. പപ്പുവായിട്ട് നല്ല ശബ്ദമില്ല. അപ്പം സുന്ദരനായിക്കണം എന്നൊക്കെയുള്ള സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ സിനിമാ നടനെ പോലെ ഇരിക്കുന്നതാണല്ലോ പറയുന്നത്. ഇതൊന്നുമില്ല. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ താങ്ക്സ് ടു ടെലിവിഷനും അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ഈ കാണുന്ന സിനിമകളൊക്കെ വീണ്ടും വീണ്ടും ടിവിയിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ അതെ ഭയങ്കരമായ നഷ്ടം തന്നെയാണ്. അത്രയും അത് മലയാളത്തിന്റെ ഭാഗ്യമാണ്. അത് മലയാളത്തിന്റെ ഭാഗ്യം. കറക്റ്റ്. ഇവിടെ ഇടയ്ക്ക് സാധാരണ വരാറുണ്ടോ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ടും? ഇവിടെയോ ഞാൻ എവിടെ പോകുന്നു, ഇവിടെ തൊട്ട് ദൂരത്തെ പോകുന്നു. എന്താണ് എനിക്ക് ഇവിടെ വരാതെ പോകാൻ പറ്റില്ല. അച്ഛന്റെ കസേര മുകളിലുണ്ട്, അവിടെ അതേപടി വെച്ചിട്ടുണ്ട് ലൈബ്രറി. ഞാൻ കാണിക്കാം. ഞാനൊരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങി പണ്ട് ഒരു 71. അവിടെ ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയൊരു എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എഴുതി തന്നാണ്. അപ്പൊ അന്നങ്ങനെ എഴുതി തന്നു, ഞാനത് പ്രിന്റ് വെച്ചിരുന്നു. അച്ഛന് ഞങ്ങൾ ഇടയ്ക്ക് വലിയ ദൈവവിശ്വാസം ഒന്നും ഇട്ട് ഉള്ള ആളല്ല. പിന്നെ അങ്ങ് മരിക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഇഷ്ടമുള്ള ചെയ്യണം. അതല്ല എന്തെങ്കിലും ചെയ്യണമല്ലോ. വെട്ടി മൂടുവോ ചുട്ട് കരിക്കോ എന്ത് വേണം ചെയ്ത് പറ്റുമെങ്കിൽ ഈ 4 വരി ഒന്ന് എഴുതി വെച്ചേക്കണം. അതാണിത്. എന്തൊരത്ഭുതം! എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതോ അല്ല, ഞാൻ എന്നിൽ കൂടി പ്രപഞ്ചം സൃഷ്ടിച്ചതോ. ഉത്തരം കാണാത്തൊരു ചോദ്യങ്ങൾക്ക് അവസാനം ഉത്തരം എഴുതുവൻ മരണപത്രത്തിൽ. ഞാൻ അന്ന് എഴുതിയതാ 71. അച്ഛൻ മരിച്ചത് 95 നവംബർ 14. അതെ അതെ. ഇത്രയും ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും സിനിമകൾ അഭിനയിച്ചു, ഇത്രയും എന്താ പറയാ അനുഭവങ്ങളുള്ള ആള്, ശരിക്കും വിജയരാഘവൻ ആരാണ്? എനിക്കറിയാത്ത കാര്യം. വേറൊരു സാധാരണ ഒരു മനുഷ്യനാണ് ഞാൻ. പിന്നെ ഞാൻ അച്ഛൻ്റെ ഡോക്യുമെന്ററി എടുത്തപ്പം ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നിടത്ത് ഒരു 4 വരി കവിത അച്ഛൻ ചൊല്ലുന്നുണ്ട്. അതാണ് ശരിയെന്ന് എനിക്കും തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ലോകം കണ്ടിട്ടിപ്പം 70-75 വർഷമായി. ഇപ്പം എനിക്ക് തോന്നുന്നത് അതാണ് ശരിയെന്ന് തോന്നുന്നു. ആ കവിത ഇതാണ്: ഇത്രനാൾ നടന്നിട്ടും ഇത്തിരി കടക്കാത്തൊരൊത്തിരി മേടാണല്ലോ ജീവിത മഹാരണ്യം. എത്തി നിൽപ്പു ഞാനിതിന് പക്കത്ത്, ഈ കാൽവെപ്പ് ഒടുക്കത്തെ അല്ല, ഇനി എത്ര കാണുമെന്നറിയില്ല.
ഇതാണ് എനിക്കും അതിനെപ്പറ്റി ജീവിതത്തെ പറ്റി തോന്നുന്നത് തന്നെ. അത് എത്ര ശരിയാണ് എന്ന് തോന്നുന്നുണ്ട്. അതെ. എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്താ നമുക്കറിയില്ലല്ലോ. അതെ. പിന്നെ ജീവിതം നമ്മൾ ജീവിച്ച ജീവിതമാണ്. ജീവിതം എന്തെല്ലാം എന്തെല്ലാം അച്ഛൻ ജീവിച്ച ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റും. എത്രയോ മനുഷ്യര്. അതെ. ഇത്രയും കാലത്തുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാ? സിനിമാ സുഹൃത്തുക്കൾ? എനിക്ക് ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. എന്നെ എപ്പോഴും വിളിക്കുന്ന ഒരാള് ജോണി ആന്റണി, ചങ്ങനാശ്ശേരിക്കാരൻ. അത് പിന്നെ സിനിമയല്ല, അല്ലാതെ വിളിക്കുന്നത്. പിന്നെ ഷാഫി എന്നെ വിളിക്കുക, മരിച്ചു. ഷാഫി എന്നെ നല്ല സുഹൃത്തായിരുന്നു. ഇടയ്ക്ക് മമ്മൂട്ടി വിളിക്കാറുണ്ട്. അല്ല, അങ്ങനെ എന്തൊരാവശ്യം. ഇപ്പൊ സുരേഷ് ഗോപി എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. സുരേഷ് തന്നെ ഒരിക്കലും ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. അപ്പൊ എനിക്കെല്ലാം നല്ല. പിന്നെ എനിക്ക് ചെല്ലു പറയുന്നത് സിനിമയില് പാര വെച്ചു മറ്റേ വെച്ചു, എനിക്കൊന്നും അങ്ങനെ ഇതുവരെ ഞാൻ എന്നിൽ ഉണ്ടായിട്ടില്ല. രഞ്ജിയേട്ടനായിട്ടും ക്ലോസ് ആണ്. പിന്നെ ജോഷി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്നും വിളിച്ചിട്ട് എടാവൂ എന്നാ ഉണ്ടെന്ന് ചോദിക്കല്ലേ. ഞാൻ ജോഷിയെ ഞാൻ കോളേജൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എടാ മാറ്റാന്ന് വിളിക്കും. ഞാനെങ്കിലും ഡയറക്ടറായിട്ടൊന്നും ജോഷി എടാന്ന് വിളിക്കില്ല. ഞാൻ സെറ്റിൽ വന്നാൽ ഹലോ ജോഷി എന്ന് വിളിക്കും. അല്ല എടാ പോടാ. അത് നമ്മൾ വീട്ടില് നമ്മുടെ സുഹൃത്ത് ബന്ധം. ഇപ്പം പലപ്പോഴും ഞാനങ്ങനെ കാണുന്നത് കേട്ടോ. ഞാനിപ്പോ സിനിമ വന്ന് നമ്മുടെ സുഹൃത്തുക്കൾ, അച്ഛൻ എന്നോട് പണ്ട് പോലും പറയും, ഞാൻ കൊച്ചിൽ എന്റെ കൂട്ടുകാരെ പോലും എടാന്ന് വിളിക്കാൻ അച്ഛൻ ഇഷ്ടപ്പെടുകയില്ല, പേരെ വിളിക്കാമെന്ന് പറയും. കൊച്ചിലൊക്കെ നമ്മളെല്ലാരും എടാ പാല അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ വിളിക്കില്ല ആരെയും, എടാന്ന് വിളിക്കില്ല. അമ്മ ഒരിക്കലും എടീന്ന് വിളിച്ചിട്ടേ ഇല്ല. ചിന്നെന്ന് പറയും. ചിന്നെ ദേഷ്യം ചിന്നെ, അന്നേരം എടീന്ന് വിളിക്കണ്ടേ? ഇല്ല. ഇത്രയും സമയം, അതായത് എനിക്കിതൊരു എന്താ പറയാ, ഒരുപാട് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. എന്തൊക്കെ നമ്മൾ സംസാരിച്ചു. എനിക്ക് സന്തോഷമായിരുന്നെങ്കിൽ ഒരു ദിവസം എനിക്ക് വേണ്ടി മാറ്റി വെച്ചു എന്നുള്ളതാണ്. താങ്ക് യു. അപ്പൊ ഇനിയും വരിക. തീർച്ചയായിട്ടും. ഇനി ക്യാമറയിൽ അല്ലെങ്കിലും വരും ഞാൻ. അതെ, ഇദ്ദേഹത്തെ ഭർത്താവിനെ കൂടെ വരാം. നമുക്ക് ഇവിടെ നമുക്ക് കൂടിയ നല്ല രസമല്ലേ? അതെ, അത് ശരിയായിരിക്കും അല്ലേ? മറ്റേ നിങ്ങളുടെയൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും അല്ലേ, അച്ഛനെ കാണാനൊക്കെ. അതല്ല, ഇവിടെ ഈ വീടിന്റെ പ്രത്യേകത എന്താ അറിയാം? ഇവിടെ നാടകം റിഹേഴ്സൽ ഉള്ളപ്പോ അന്ന് ഇതൊരു വലിയ ഹാളായിരുന്നു. ഈ പട്ടിക്കൂടൊന്നുമില്ല. ഇത് അതിനുവേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൊ ഇങ്ങോട്ട് സ്റ്റേജ് ഇട്ടിട്ട് ഇവിടെ അന്ന് റിഹേഴ്സൽ. അപ്പൊ നമുക്ക് അടുക്കള നിന്ന് അമ്മയൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ നാടകത്തിലുള്ള നടികളെല്ലാം ഇവിടെ താമസിക്കുന്നത്. അപ്പൊ അവര് കുക്ക് ചെയ്യാൻ വരും. ആരൊക്കെ സാഹിത്യകാരന്മാര് കൂടെ വരുന്നില്ലേ? പിന്നെ ഇവിടെ വരാത്തവര് ആരുമില്ല. അച്ഛന്റെ വലിയ അതൊരു ഭാഗ്യ, ചെറുപ്പം മഹാഭാഗ്യല്ലേ. പിന്നെ ഭയങ്കര ഭാഗ്യം. എനിക്ക് അങ്ങനെ വലിയ ഭാഗ്യം ഉണ്ടായിരുന്നു. തകഴിച്ചേട്ടൻ, മറ്റേ പൊൻകുന്മാർ സാറ്, കാരൂര്, അനവധി ആൾക്കാർ. പിന്നെ EMS PK വാസ് എന്ന അച്ഛന്റെ വലിയ ഫ്രണ്ട്. ഇവിടെ താമസിച്ചിട്ടുണ്ട് PK V. അവരൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് നമ്മളൊക്കെ. ചെറിയ കുട്ടികാലത്ത് അജിത്ത് പറയും, ഈ വയലാർ സാറൊക്കെ വീട്ടിൽ വരുമ്പോ ഇവരൊക്കെ ഒരു ഭാഗ്യം എന്ന് ആലോചിക്കണേ. അജിത്തിന് ചേച്ചീനെ പാട്ട് പഠിപ്പിച്ച ദക്ഷിണാമൂർത്തി സാറായിരുന്നു അത്ര. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ കാലഘട്ടത്തില് ജീവിക്കാൻ പറ്റി. വലിയ ഭാഗ്യമല്ലേ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് ഞെട്ടിപ്പിക്കട്ടെ. വരും.